എല്ലാവർക്കും ഗതാഗത അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, എല്ലാ ഫിലോസഫിയിലും ഒരു തത്വമുണ്ട്. അതുപോലെ ശൈവശാസ്ത്ര ഓഡിയോ ക്ലിയർ ആവുന്നില്ല കേട്ടോ സർ. എല്ലാവർക്കും നമസ്കാരം. ഗതാഗത അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു minute. നമുക്കറിയാം, എല്ലാ ഫിലോസഫിയിലും ഒരു തത്വമുണ്ട്. അതേപോലെ ശൈവ ശാക്ത തന്ത്രങ്ങളെ ആസ്പദമാക്കി 36 തത്വങ്ങളെ കോർത്തണിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇത്. ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് സച്ചിൻ എസ് കുമാറാണ്. അദ്ദേഹം കാശ്മീർ ശൈവ തന്ത്രത്തിലെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ക്ലാസ്സിൽ എടുക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ഓഡിയോ ക്ലിയർ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുവരെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആയിട്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എക്കോ വന്നിട്ട്. സച്ചിൻ മ്യൂട്ടാണ്. ഓക്കെ, നമസ്കാരം. അപ്പൊ എല്ലാവരും, നിങ്ങൾ പലരും തത്വസമീക്ഷ എന്ന് പറയുന്ന ഒരു ക്ലാസ് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് എല്ലാ തന്ത്രശാസ്ത്ര വിഷയമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് തുടങ്ങുന്നതിന് മുൻപും നമ്മൾ അത് അയച്ചു കൊടുക്കാറുണ്ട്. കാരണം അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ആ ഒരു അടിസ്ഥാന ഭാഷ മനസ്സിലാക്കിയാലാണ് നമുക്ക് പിന്നീട് പറയുന്ന ശൈവ ശാക്ത തന്ത്രങ്ങളിൽ പറയുന്ന വിഷയങ്ങളൊക്കെ മനസ്സിലാവാറുള്ളൂ. ഇപ്പൊ തത്വസമീക്ഷ എടുത്തത് രാമാനന്ദ്ജിയുടെ തന്ത്രസാര എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് മുന്നോടിയായിട്ടാണ്. അപ്പൊ തന്ത്രസാര ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് നമ്മളൊരു നിബന്ധന വെച്ചിരുന്നു, ഒരു പരീക്ഷ എഴുതി പാസ്സാവണം എന്ന് പറഞ്ഞിരുന്നു. ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് തത്വസമീക്ഷ എന്ന് പറയുന്ന ക്ലാസ് എടുത്തത്. ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ആ ക്ലാസ്സിന് മുന്നോടിയായിട്ടാണ് തത്വസമീക്ഷ എന്ന് പറയുന്ന ക്ലാസ് എടുത്തത്. പക്ഷെ അതിനുശേഷം വന്നിരിക്കുന്ന ക്ലാസ്സുകൾക്ക് മുന്നോടിയായിട്ട് നമ്മൾ ഇത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിലും വിഷയം 36 തത്വങ്ങൾ തന്നെയാണ്. കാശ്മീര ശൈവത്തിന്റെ അല്ലെങ്കിൽ ശാക്ത തന്ത്രങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള 36 തത്വങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ ആ ടെക്സ്റ്റിന്റെ ഭാഷയിൽ തന്നെ പഠിക്കുക എന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഒരു ഫിലോസഫി പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ കൃത്യമായി ഒരു ടെക്സ്റ്റ് വായിച്ച് ആ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ തന്നെ അതിനെ പഠിക്കുന്നത് കുറവാണ്. അങ്ങനെ 36 തത്വങ്ങളെ പഠിക്കാനാണ്, ചർച്ച ചെയ്യാനാണ് ഈ ക്ലാസ് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ ഉപയോഗിക്കുന്നത്, ഒന്ന് ഷഡ്ത്രിംശ തത്വസന്തോഹ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പേര് കേട്ട് പേടിക്കണ്ട, 36 തത്വങ്ങളുടെ കൂട്ടം എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഒന്ന് പരാപ്രവേശിക, അഭിനവഗുപ്തന്റെ ശിഷ്യനായിട്ടുള്ള ക്ഷേമരാജൻ എഴുതിയ പരാപ്രവേശിക. ഈ 2 അടിസ്ഥാന ഗ്രന്ഥങ്ങളിലും 36 തത്വങ്ങളെയും കുറച്ച് കൂടുതലും വിവരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് വായിച്ച് ഇത് പഠിച്ച് മുന്നോട്ട് പോകും. അതിനാണ് ഈ ക്ലാസ് വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു വാർത്ത കണ്ടിരുന്നു. മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ അക്ഷരമാല ഉൾപ്പെടുത്തുന്നു എന്നായിരുന്നു ആ വാർത്ത. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് നാള് അക്ഷരമാല ഇവർ പഠിപ്പിച്ചിരുന്നില്ല എന്നുള്ള കാര്യം. ഞാനൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ അക്ഷരമാല ഉണ്ടായിരുന്നു. മലയാളം പഠിക്കുമ്പോൾ അക്ഷരമാല പഠിച്ചിട്ടാണ് പിന്നെ തറ പറ അതൊക്കെ പറഞ്ഞ് പഠിച്ചു പോവുക. അപ്പൊ അക്ഷരമാല വീണ്ടും ഉൾപ്പെടുത്തുന്നു എന്നുള്ള വാർത്ത കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവർ ഇത്ര കാലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന്. അപ്പൊ എന്ത് ഭാഷ പഠിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിലോസഫി പഠിക്കുമ്പോഴാണെങ്കിലും ഇതിനൊരു അക്ഷരമാല ഉണ്ട്. ആ അടിസ്ഥാന വിജ്ഞാനം ഉണ്ടെങ്കിലേ ഇതിൽ പിന്നീട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നു. ഇപ്പൊ തന്ത്രശാസ്ത്രത്തിന്റെ, പ്രത്യേകിച്ച് കാശ്മീര ശൈവതന്ത്രത്തിന്റെ അല്ലെങ്കിൽ ശാക്തതന്ത്രത്തിന്റെ ഒരു അക്ഷരമാല എന്ന് വിളിക്കാവുന്നതാണ് ഈ 36 തത്വങ്ങൾ. ഇത്
പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് സാഖ്യം എന്ന് പറയുന്ന ഫിലോസഫി. അപ്പൊ നമുക്ക് ഷഡ്ദർശനങ്ങൾ ഉണ്ട്, 6 ആസ്തിക ദർശനങ്ങളുണ്ട്. ആസ്തിക ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രുതി പ്രമാണത്തെ അംഗീകരിക്കുന്ന ദർശനങ്ങൾ, അല്ലെങ്കിൽ ഈശ്വരനെ അംഗീകരിക്കുന്നത് എന്ന് അർത്ഥം. ഇന്ന് നമ്മൾ പലപ്പോഴും ആസ്തികം നാസ്തികം എന്നുള്ളത് ഈശ്വരനെ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതും എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. പക്ഷെ സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ഈ ദർശന ശാസ്ത്രത്തിന്റെ മേഖലയിൽ ആസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ വേദപ്രമാണത്തെ അല്ലെങ്കിൽ ശ്രുതി പ്രമാണത്തെ അംഗീകരിക്കുന്നതാണ് ആസ്തിക ദർശനം. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് സാഖ്യം. സാഖ്യം ഈശ്വരനെ പറ്റി പറയുന്നില്ല, പക്ഷെ സാഖ്യം വേദപ്രമാണത്തെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ആസ്തിക ദർശനങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ സാഖ്യം ആണ് ആദ്യം ഈ തത്വങ്ങൾ എങ്ങനെ എണ്ണി എണ്ണി പറയാൻ ശ്രമിച്ചത്. അപ്പൊ വേദങ്ങളിലൊക്കെ തത്വങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു ഗ്രൂപ്പാക്കി കൃത്യമായി അടയാളപ്പെടുത്തി എണ്ണി എണ്ണി പറഞ്ഞ് അതിനെ ഒരു ചർച്ചയ്ക്ക് വെച്ചത് സാഖ്യം ആണ്. ഇപ്പൊ കപിലൻ എന്ന് പറയുന്ന ഋഷിയാണ് അതിന്റെ ആചാര്യൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. പിന്നീട് വന്ന എല്ലാ ഫിലോസഫിക്കും അടിത്തറ പാകിയ ഒരു ഫിലോസഫി ആയിരുന്നു സാഖ്യത്തിന്. അതുകൊണ്ട് കൃഷ്ണൻ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ കപിലനാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാഖ്യം എന്തിനത് പറഞ്ഞേ? സാഖ്യത്തിന്റെ ഉദ്ദേശം ദുഃഖത്രയത്തിൽ നിന്നുള്ള മോചനായിരുന്നു. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം, അപ്പൊ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. സ്ക്രീൻ കാണാലോ അല്ലെ? കാണാലോ അല്ലെ സ്ക്രീൻ? സാഖ്യം എന്ന് പറയുന്ന ഫിലോസഫി ഇത് പറഞ്ഞത് ദുഃഖത്രയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് സാഖ്യം പറഞ്ഞത്. അപ്പൊ അതുവരെ പല വഴിക്കും പോയിട്ട് ദുഃഖത്രയത്തിൽ നിന്ന് മോചനം കിട്ടാതെ അവസാനം സാഖ്യത്തിൽ വരുമ്പോൾ സാഖ്യം എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ദുഃഖത്രയത്തിൽ നിന്ന് മോചനം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാഖ്യം ആദ്യം ദുഃഖത്രയം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ദുഃഖത്രയം എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഒന്ന് ആധി ഭൗതികം, ഒന്ന് ആധി ദൈവികം, ഒന്ന് ആധ്യാത്മികം. ആധി ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളല്ലാതെ പുറത്തു നിന്ന് നിങ്ങൾക്ക് മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദുഃഖം. ഇപ്പൊ നിങ്ങൾ വൈകിട്ട് നടക്കാൻ പോയി, ഒരു പട്ടിക്ക് നിങ്ങളുടെ നടത്തം ഇഷ്ടപ്പെട്ടില്ല, അത് നിങ്ങൾ ഓടിച്ചിട്ട് കടിച്ചു. അത് ആധി ഭൗതികമാണ്. പുറത്തു നിന്നുള്ള ഒരു ജീവി വന്ന് നിങ്ങളെ ആക്രമിച്ച് അത് നിങ്ങളെ കടിച്ചു, നിങ്ങൾക്ക് വേദന എടുത്തു, ശരീരത്തിനും വേദനയായി മനസ്സിനും വേദനയായി, നിങ്ങൾ നടക്കാൻ പോകണ്ടെന്നൊക്കെ തീരുമാനിച്ചു. അത് ആധി ഭൗതിക ദുഃഖമാണ്, പുറത്തുനിന്ന് വന്നതാണ്. ഇനി നിങ്ങൾ പച്ചക്കറി മുറിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ കൈ മുറിച്ചു, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതാ, പുറത്തുനിന്നല്ല. അല്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ പോയപ്പോൾ വഴുക്കി വീണു, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നടക്കാത്തതിന്റെയാണ്. അപ്പൊ നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് ദുഃഖങ്ങളുണ്ട്. അത് ശരീരത്തിനാവാം മനസ്സിനാവാം. അത് ആധ്യാത്മിക ദുഃഖങ്ങളാണ്. ശരീരത്തിനും മനസ്സിനും രണ്ടിനും വരാം. നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്, പുറത്തുനിന്നൊന്നും അതിനെ വരുന്നില്ല. ഇനി നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത ചില ദുഃഖങ്ങളുണ്ട്, നിങ്ങൾക്ക് അതിൽ ഒരു റോളും ഇല്ല. കൊറോണ വന്നു, സുനാമി വരുന്നു, അല്ലെങ്കിൽ വരൾച്ച വന്നു, അല്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, ഭൂമി ഉലുക്കം വന്നു. ഇതൊക്കെ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത ദുഃഖങ്ങളാണ്. അതിനെയാണ് നമ്മൾ ആധി ദൈവിക ദുഃഖം എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാഖ്യം എന്ത് ചെയ്തു, 25 തത്വങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു. തത്വം എന്ന വാക്കിന്റെ അർത്ഥം അതായിരിക്കുന്ന അവസ്ഥ. തത് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. നമ്മൾ പറയില്ലേ മനുഷ്യത്വം. എന്താ മനുഷ്യത്വം? മനുഷ്യനായിരിക്കുന്ന അവസ്ഥയാണ് മനുഷ്യത്വം. അപ്പൊ തത്വം എന്തായിരിക്കും? അതായിരിക്കുന്ന അവസ്ഥ. ആ അതായിരിക്കുന്ന 25 അവസ്ഥകളെ സാഖ്യം എണ്ണി എണ്ണി പറഞ്ഞു. എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാലേ ദുഃഖത്രയത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്ന് സാഖ്യത്തിന് പറയാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്ത്രശാസ്ത്രം, ശൈവശാക്ത തന്ത്രങ്ങൾ 36 തത്വങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞു. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ആ 36 തത്വങ്ങളെ പറഞ്ഞാലേ ഈ ഫിലോസഫി മുന്നോട്ട് വെക്കുന്ന ആശയം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. സാഖ്യത്തിന് അതിന്റെ ആശയം പ്രകടിപ്പിക്കണമെങ്കിൽ 25 തത്വങ്ങൾ വേണമായിരുന്നു. സാഖ്യം അത് 25 തത്വങ്ങളിലൂടെ അത് പറഞ്ഞു. തന്ത്രത്തിന് അതിന്റെ ഫിലോസഫി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ 36 തത്വങ്ങൾ വേണ്ടി വന്നു. അതുകൊണ്ട് സാഖ്യം നിർത്തിയ 25-ൽ നിന്ന് 11 സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയിട്ട് തന്ത്രശാസ്ത്രം അതിന്റെ 36 തത്വങ്ങളെ അവതരിപ്പിച്ചു.
ഇതിന്റെ അടിസ്ഥാന ഫിലോസഫി എങ്ങനെയാണ് ശുദ്ധമായിട്ടുള്ള ബോധം എങ്ങനെയാണ് നമുക്ക് തൊടാനും രുചിക്കാനും മണക്കാനും കാണാനൊക്കെ പറ്റുന്ന ഫിസിക്കൽ ഒബ്ജക്റ്റ് ആയിട്ട് ഭൗതിക വസ്തുക്കളായിട്ട് മാറിയത് എന്നതാണ് ഇതിന്റെ ഫിലോസഫി. അപ്പൊ ശുദ്ധബോധം എല്ലാവരും ശുദ്ധബോധത്തെ ഒന്ന് സ്മരിക്കൂ എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ശുദ്ധബോധത്തിന്റെ ഫോട്ടോ കണ്ടുണ്ടോ? ശുദ്ധബോധത്തെ നമുക്കൊരു രൂപമോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ലാതെ ശുദ്ധബോധത്തെ നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. അപ്പൊ ശുദ്ധബോധത്തെ സ്മരിക്കണമെങ്കിൽ അതിന്റെ ഒരു ഡിസെൻഡഡ്, അത് ഇറങ്ങി വന്ന് ഭൗതിക വസ്തുക്കളായി നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റൂ. എങ്ങനെ ശുദ്ധമായിട്ടുള്ള ബോധം ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളായിട്ട് മാറി? അതാണ് 36 തത്വങ്ങളുടെ ഫിലോസഫി. അപ്പൊ ഇതിനൊരു ഇടനില വേണ്ടേ? അപ്പൊ ഏറ്റവും മുകളിൽ ബോധമുണ്ട്, ഏറ്റവും താഴെ പഞ്ചഭൂതങ്ങളുണ്ട്. സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇത് ശുദ്ധബോധമാണെന്ന് വിചാരിക്കാം. ശരിക്കും ഇതിനെ ഒരു ഇമേജ് കൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ശുദ്ധബോധത്തിന് ഒരു ഇമേജ് നിങ്ങൾ പറയാം ശുദ്ധബോധത്തെ എനിക്ക് കാണാലോ. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. താഴെ പഞ്ചഭൂതങ്ങളുണ്ട്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പൊ ഈ ശുദ്ധബോധമായിരിക്കുന്ന വസ്തു പഞ്ചഭൂതങ്ങളായിട്ട് വന്നപ്പോൾ അതിനിടയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു ഇടനില. അതാണ് സത്വ, രജസ്, തമസ്. 3 ഗുണങ്ങളാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ശുദ്ധബോധം പഞ്ചഭൂതങ്ങളായി വന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇത് വളരെ നമ്മുടെ കണക്ക് ആയിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫിലോസഫിയാണ്. നമ്മൾ പറയാറുണ്ട് ഭാരതീയരാണ് പൂജ്യം കണ്ടുപിടിച്ചതെന്ന് പറയാറുണ്ട്. ആ പൂജ്യത്തിന് പോലും നമുക്കൊരു ഫിലോസഫി ഉണ്ട്. പൂജ്യം നമ്മൾ വെറുതെ കണ്ടുപിടിച്ചല്ല. പൂജ്യം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് പൂജ്യം. പൂജ്യം എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ഒന്നുമില്ലാത്തതാണ് പൂജ്യം. ഒന്നുമില്ലാത്തതല്ല പൂജ്യം, എല്ലാം ഉള്ളതാണ് പൂജ്യം. പൂർണ്ണതയാണ് പൂജ്യം, ഒന്നുമില്ലായ്മയല്ല, പൂർണ്ണതയാണ് പൂജ്യം. പൂജ്യം എന്നുള്ള വാക്കിന് പൂജിക്കപ്പെടേണ്ടത് എന്നൊരർത്ഥമുണ്ട് അല്ലെ? നമ്മൾ പറയാറുണ്ട് പൂജ്യ സ്വാമിജി എന്നൊക്കെ പറയാറുണ്ട്. പൂജിക്കപ്പെടേണ്ടത്, പൂജ്യം എന്ന് വെച്ചാൽ പൂജിക്കപ്പെടേണ്ടത്. എന്താ പൂജിക്കപ്പെടേണ്ടത്? കാരണം അത് പൂർണ്ണതയാണ്. അത് എല്ലാത്തിനെയും ഉള്ളിൽ അടക്കിയിരിക്കുന്ന ഉണ്മയായതുകൊണ്ടാണ് അത് പൂജ്യമായത്. ആ പൂജ്യത്തിൽ നിന്ന് ശിവശക്തികളുണ്ട്. ആ പൂർണ്ണതയിൽ 2 സാധനങ്ങളാണുള്ളത്, ശിവനും ശക്തിയും. പക്ഷെ ഈ ശിവനും ശക്തിയും 2 സാധനങ്ങളല്ല, അത് ഒരു സാധനമാണ്. അതിന് തമ്മിൽ ഭേദമില്ല എന്നാണ് തന്ത്രം പറയുന്നത്. അപ്പൊ ശിവൻ എന്താ എന്ന് ചോദിച്ചാൽ തന്ത്രം പറയാം അത് ചലനമില്ലാത്ത ശക്തിയാണ് എന്ന് പറയും. അപ്പൊ ശക്തി എന്താ? അത് ചലിക്കുന്ന ശിവനാണ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് തമ്മിൽ ഭേദമില്ല. ഒന്ന് ചലിക്കുന്നതാണ്, ഒന്ന് ചലിക്കാത്തതാണ്. അപ്പോ സ്റ്റാറ്റിക് ആയിട്ടുള്ള ശക്തിയാണ് ശിവൻ, ഡൈനാമിക് ആയിട്ടുള്ള ശിവനാണ് ശക്തി. അതാണ് ഒരേ ഒരു ഭേദം പറയണമെങ്കിൽ പറയാൻ മാത്രമുള്ള ഒരു ഭേദം. ഇതൊന്നാണ്. ഇത് പൂജ്യം. ഈ പൂജ്യത്തിൽ നിന്ന് 1 ആയി ഇത് ഇറങ്ങി വന്നു. പിന്നീട് 3 ഗുണങ്ങളാണ്, സത്വ, രജസ്, തമസ്. അപ്പൊ 0, 1, 2, 3, 4. ഇനി എന്താ? 5 ഭൂതങ്ങളാണ്. 5, 6, 7, 8, 9. 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഇതുകൊണ്ട് രൂപപ്പെട്ടു കഴിഞ്ഞു. പൂജ്യമായിട്ടുള്ള പൂർണ്ണതയായിട്ടുള്ള ശിവശക്തികൾ ചേർന്നിരിക്കുന്ന ആ ഉണ്മയെ തന്ത്രം വിളിച്ച പേര് പരാസംവിത്ത് എന്നാണ്. ശൈവതന്ത്രങ്ങൾ അതിനെ പരമശിവൻ എന്ന് വിളിക്കും. ശാക്തതന്ത്രങ്ങൾ അതിനെ പരാശക്തി എന്നും വിളിക്കും. ഇതൊക്കെ ഒരേ സാധനം തന്നെയാണ്. ശിവശക്തികള് പരസ്പരം വേർപെടുത്താനാവാത്ത വിധം സാമരസ്യത്തിൽ ചേർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് പൂജ്യം. അവിടെ 2 സാധനങ്ങൾ, ശിവശക്തി അതിനെ ഒന്നായിട്ടേ കൂട്ടുള്ളൂ. അപ്പൊ 1 വന്നു. അത് 3 ഗുണങ്ങളായിട്ട് മാറുകയാണ്. ഒരു ഇടനില, ഒരു ബ്രിഡ്ജ് സ്റ്റേറ്റ് ആണ്. അതാണ് സത്വ, രജസ്, തമസ്. അപ്പോ 2, 3, 4. ഇനി 5 ഭൂതങ്ങൾ, 5, 6, 7, 8, 9. ഇപ്പൊ നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും ഇതിന്റെ ഈ പറഞ്ഞ 9 സാധനങ്ങളുടെ കോമ്പിനേഷൻസ് ആണ്. 9ന് ശേഷം വരുന്ന എല്ലാ സംഖ്യകളും ഇതിന്റെ കോമ്പിനേഷൻസ് ആണ്. 0 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും കോമ്പിനേഷൻസ് ആണ് 10, 11, 12 അങ്ങനെ എത്ര വരെ നിങ്ങൾക്ക് പോവാം. ഈ 10 എണ്ണം വെച്ചിട്ടാണ് അത് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം ആയിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫിലോസഫിയാണ്. ഇതിനെ കുറച്ചും കൂടി നമുക്ക് വികസിപ്പിച്ച് പഠിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഇന്റർമീഡിയറ്റ്, എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട്, ആരുടെയോ മൈക്ക് ഒച്ചുണ്ടാക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ, മ്യൂട്ടല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തണേ. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടി
വിശദമായിട്ട് ഇതിനെ കാണാം. അപ്പൊ നമ്മളൊരു ഇടനില പറഞ്ഞു, സത്വരജസ് തമസ്സുകളുടെ. അതൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാഖ്യം മുന്നോട്ട് വെക്കുന്ന തത്വങ്ങളുടെ ഭാഷയിൽ ഇതിനെ നോക്കിക്കാണാം. സാഖ്യം പ്രധാനമായിട്ട് 2 തത്വങ്ങളെ പറയുന്നുണ്ട്. ഒന്ന് പുരുഷനാണ്, ഒന്ന് പ്രകൃതിയാണ്. ഇതൊക്കെ ഇതിന്റെ സിംബോളിക് ആയിട്ട് ഞാനിവിടെ ചേർത്തുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒന്ന് പുരുഷനാണ്. പുരുഷൻ എന്നുള്ള വാക്കിന് മെയിൽ എന്നല്ല ഇവിടെ അർത്ഥം. എല്ലാ ജീവനുള്ള വസ്തുക്കൾ, എല്ലാ ജീവനുള്ളവരും പുരുഷനാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ പുരുഷൻ എന്നുള്ള വാക്കുകൊണ്ടാണ് സാഖ്യം അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. പുരുഷനുണ്ട്, പ്രകൃതിയുണ്ട്. സാഖ്യത്തിന്റെ 2 അടിസ്ഥാന തത്വങ്ങളാണ് പുരുഷനും പ്രകൃതിയും. ഇതിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രകൃതിയാണ്, പ്രകൃതിക്ക് പ്രധാനം എന്നൊരു വാക്കും സാഖ്യം പറയുന്നുണ്ട്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ സാഖ്യം ഇതിനെ വേറൊരു പേരിൽ കൂടി വിളിക്കുന്നുണ്ട്, മൂലപ്രകൃതി. എല്ലാത്തിൻ്റെയും റൂട്ട് കോസ്, സോഴ്സ് ആണ് മൂലപ്രകൃതി. അതിന് ഇനി ഒരു പേരുണ്ടോ എന്ന് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അതിനെ മൂലപ്രകൃതി എന്ന് വിളിച്ചത്. പ്രകൃതി എങ്ങനെ ഉണ്ടായി എന്ന് പിന്നീട് അന്വേഷിച്ചു. അത് അനവസ്ഥ ഉണ്ടാക്കും, അതൊരിക്കലും അവസാനിക്കില്ല അങ്ങനെ പോയാൽ. അപ്പോൾ ഏതൊന്നാണോ ഏറ്റവും അവസാനത്തെ സോഴ്സ് ആയിട്ട് നിലനിൽക്കുന്നതാണ് പ്രകൃതി അഥവാ മൂലപ്രകൃതി. മറ്റൊരു പേര് സാഖ്യം ഉപയോഗിക്കുന്ന ടേം പ്രധാനം. ഈ പ്രകൃതിയിൽ നിന്നാണ് പിന്നീട് ഉള്ള എല്ലാ വസ്തുക്കളും, ഈ പ്രപഞ്ചമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാ വസ്തുക്കളും, നമ്മളായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാം ഉണ്ടായത് ഈ പ്രകൃതിയിൽ നിന്നാണ്. ഇനി ഈ പ്രകൃതി, പ്രപഞ്ചം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിൽ 5 സാധനങ്ങളുണ്ട്. 5 ഭൂതങ്ങളുടെ കോമ്പിനേഷൻ ആണ് പ്രപഞ്ചം. 5 ഭൂതങ്ങളാണ് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതിനെ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇംഗ്ലീഷിലൊക്കെയാണ് ഇത് പഠിക്കുന്നത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക എർത്ത്, വാട്ടർ, ഫയർ, എയർ, സ്പേസ് അല്ലെങ്കിൽ ഈതർ എന്നാണ്. ഇത് ഒരു എന്താ പറയാ, വെറും ഒരു സാധാരണ ട്രാൻസ്ലേഷൻ മാത്രമാണ്. ഇതിനെ ഈ അർത്ഥത്തിൽ എടുക്കരുത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നുള്ളതിനെ ആ വാക്കിന്റെ മാത്രം അർത്ഥത്തിൽ എടുക്കരുത്. അത് മറ്റൊന്നാണ്. എന്തുകൊണ്ടാണ് 5 ഭൂതങ്ങൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് 5 ഭൂതങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് 5 ഇന്ദ്രിയങ്ങളെ ഉള്ളൂ എന്നതുകൊണ്ടാണ്. നമുക്ക് 6ാമതൊരു ഇന്ദ്രിയം ഉണ്ടായിരുന്നെങ്കിൽ 6 ഭൂതങ്ങൾ ഉണ്ടാവുമായിരുന്നു. നമ്മൾ പറയില്ലേ, ഭക്ഷണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്, അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഫിലോസഫി പ്രകാരം നമ്മൾ പ്ലേറ്റ് ഉള്ളത് കൊണ്ടാണ് ഭക്ഷണം ഉണ്ടായത്. നമ്മളുടെ അടുത്ത് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ആദ്യം ഉണ്ടായത്. അതുകൊണ്ട് ആ പ്ലേറ്റിന് ഒരു പണി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ഉണ്ടായതുപോലെയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് 5 ഭൂതങ്ങൾ ഉണ്ടായത്. അപ്പൊ ഏതൊക്കെ 5 ഇന്ദ്രിയങ്ങൾ? ഒന്ന് കേൾക്കാനുള്ള ഇന്ദ്രിയം, ശ്രോത്ര ഇന്ദ്രിയം എന്നാണ് അതിനെ വിളിക്കുക. ശ്രോത്ര ഇന്ദ്രിയം. അത് ചെവിയല്ല. അത് ചെവിയല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചെവി ഒരു അവയവം മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെവി എന്ന് പറയുന്ന അവയവം ഉണ്ടാകും, പക്ഷെ കേൾക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. അപ്പൊ കേൾക്കാനുള്ള കഴിവ് തരുന്ന ഏതൊരു ശക്തിയാണോ പ്രവർത്തിക്കുന്നത് അതിനെയാണ് നമ്മൾ ഇന്ദ്രിയം എന്ന് വിളിക്കുക. അപ്പൊ ശ്രോത്ര ഇന്ദ്രിയം എന്ന് വെച്ചാൽ ചെവിയല്ല, കേൾവിക്കുള്ള ശക്തി തരുന്ന ആ ശക്തിയാണ് ഇന്ദ്രിയം. ശ്രോത്ര ഇന്ദ്രിയം വഴി നമ്മൾ എന്താണ് സ്വീകരിക്കുന്നത്? ശബ്ദമാണ് സ്വീകരിക്കുന്നത്. ഇനി സ്പർശേന്ദ്രിയുണ്ട്, ത്വക്കിന്ദ്രിയം അഥവാ സ്പർശനേന്ദ്രിയുണ്ട്. ത്വക്കിലൂടെ നമ്മൾ സ്പർശത്തെ സ്വീകരിക്കുന്നുണ്ട്. ഇനി നേത്രേന്ദ്രിയുണ്ട്, കാഴ്ച തരുന്ന നേത്രേന്ദ്രിയത്തിലൂടെ നമ്മൾ കാഴ്ചയെ സ്വീകരിക്കുന്നു, രൂപത്തെ സ്വീകരിക്കുന്നു. ഇനി രസനേന്ദ്രിയുണ്ട്, ജിഹ്വ, നാക്ക് എന്ന് പറയുന്ന അവയവത്തിൽ പ്രവർത്തിക്കുന്ന രസനേന്ദ്രിയത്തിലൂടെ നമ്മൾ ടേസ്റ്റിനെ, രസത്തെ സ്വീകരിക്കുന്നു. ഇനി ഘ്രാണേന്ദ്രിയുണ്ട്, മൂക്ക് എന്ന് പറയുന്ന അവയവമൊക്കെ പ്രവർത്തിക്കുന്ന പോലെ അതിൽ പ്രവർത്തിക്കുന്ന ഘ്രാണ ഇന്ദ്രിയത്തിലൂടെ നമ്മൾ സ്മെല്ലിനെ, ഗന്ധത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെ 5 അറിവുകളാണ് നമ്മൾ ലോകത്തുനിന്ന് സ്വീകരിക്കുന്നത്: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതല്ലാതെ 6ാമതൊരു അറിവ് എടുക്കാൻ നമുക്കില്ല. കാരണം അത് എടുക്കാനുള്ള ഇന്ദ്രിയം നമുക്കില്ല. അപ്പൊ ലോകത്ത് നമ്മൾ ഇതുവരെ ആർജിച്ചിട്ടുള്ള എല്ലാ അറിവും ഈ 5 ഇന്ദ്രിയങ്ങൾ വഴി ശബ്ദമായിട്ടും സ്പർശമായിട്ടും രൂപമായിട്ടും രസമായിട്ടും ഗന്ധമായിട്ടും എടുത്തിട്ടുള്ളതാണ്. ഇനി എന്താണ് ഭൂതങ്ങൾ എന്ന് പറയാം. നിങ്ങൾ സ്മെല്ലായി, അതായത് മണമായിട്ട്, ഗന്ധമായിട്ട് ഘ്രാണേന്ദ്രിയത്തിലൂടെ എന്തിനെയാണോ സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ഭൂമി.
നിങ്ങൾ രസമായിട്ട് രസനേന്ദ്രിയത്തിലൂടെ എന്തിനെയാണോ സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ജലം. നേത്രേന്ദ്രിയത്തിലൂടെ രൂപമായി എന്തിനെയാണോ സ്വീകരിച്ചിട്ടുള്ളത് അതാണ് അഗ്നി. ത്വക്കിന്ദ്രിയത്തിലൂടെ സ്പർശമായി എന്തിനെയാണോ സ്വീകരിച്ചിട്ടുള്ളത് അതാണ് വായു. ശ്രോത്രേന്ദ്രിയത്തിലൂടെ എന്തിനെയാണോ ശബ്ദമായി സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ആകാശം. അപ്പൊ അത് എർത്ത്, വാട്ടർ, ഫയർ, എയർ, സ്പേസ് അല്ല. അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വഴി നിങ്ങൾ സ്വീകരിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അതിനെ ഭൂമി, ജല, അഗ്നി, വായു, ആകാശമായിട്ട് ശാസ്ത്രത്തിൽ പറയുന്നത്. ഇപ്പൊ നമ്മള് 15 കാര്യങ്ങൾ പഠിച്ചു. 5 ഭൂതങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് പറയുന്ന 5 ഭൂതങ്ങൾ. ഈ 5 ഭൂതങ്ങളുടെ സൂക്ഷ്മ അവസ്ഥയെ തന്മാത്ര എന്നാണ് വിളിക്കുക. അതാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 തന്മാത്രകൾ. അപ്പൊ നമുക്ക് ഭൂതങ്ങളെ ഡയറക്റ്റ്ലി സ്വീകരിക്കാൻ പറ്റില്ല, തന്മാത്രയായിട്ടേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആകാശത്തെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റില്ല, ശബ്ദമായിട്ട് സ്വീകരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ശബ്ദമായിട്ട് എന്തിനെയാണോ സ്വീകരിക്കുന്നത് അത് ആകാശം. പിന്നെ 5 ഇന്ദ്രിയങ്ങളെ പഠിച്ചു. ശ്രോത്രേന്ദ്രിയം, ത്വക്കിന്ദ്രിയം, നേത്രേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം. ഇതൊരു ടേബിൾ പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോട് നേരെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രോത്രേന്ദ്രിയം ഉണ്ട്, ശബ്ദം ആകാശത്തെ സ്വീകരിക്കുന്നു. ത്വക്കിന്ദ്രിയം ഉണ്ട്, സ്പർശം വായുവിനെ സ്വീകരിക്കുന്നു. നേത്രേന്ദ്രിയം ഉണ്ട്, രൂപം അഗ്നിയെ സ്വീകരിക്കുന്നു. രസനേന്ദ്രിയം ഉണ്ട്, രസതന്മാത്ര ജലത്തെ സ്വീകരിക്കുന്നു. ഘ്രാണേന്ദ്രിയം ഉണ്ട്, ഗന്ധതന്മാത്ര ഭൂമിയെ സ്വീകരിക്കുന്നു. ഇങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാം. ഇനി ഈ ഡാറ്റയൊക്കെ സ്വീകരിച്ചു, ഇതെന്താ ചെയ്യുക? വെറുതെ ഇതെടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു പണി വേണ്ടേ, ഒരു പ്രയോജനം വേണ്ടേ? അപ്പൊ ഇന്ദ്രിയങ്ങൾ സ്വീകരിക്കുന്ന ഈ ഡാറ്റ ആദ്യം കൊണ്ടിടുന്ന സ്ഥലമാണ് മനസ്സ്. മനസ്സ് എന്ന് പറയുന്ന തലത്തിലേക്കാണ് ആദ്യം ഇത് പോയിട്ട് വീഴുന്നത്. മനസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റാണ്. മനസ്സിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. മനസ്സെപ്പോഴും ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റാണ്. മനസ്സിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുടെ പേരാണ് ബുദ്ധി. അപ്പൊ ബുദ്ധി എന്താ ചെയ്യുക? മുൻപ് കിട്ടിയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഇപ്പോ അനുയോജ്യമായ തീരുമാനം എന്താണോ അത് എടുത്തു കൊടുക്കും. ആ പണി എടുക്കുന്ന ആളുടെ പേരാണ് ബുദ്ധി. ഇതൊക്കെ ചെയ്യുന്ന ഒരു ഞാൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഞാൻ എൻ്റേത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഞാൻ എന്ന ബോധമാണ് അഹങ്കാരം. അഹങ്കാരം എന്നുള്ളത് നിങ്ങളിപ്പോ ഒരു തെറ്റായ അർത്ഥത്തിൽ എടുക്കാം. നമ്മൾ പറയാം അവൻ അഹങ്കാരിയാണെന്നൊക്കെ പറയും. ആ അർത്ഥത്തിലല്ല ഇവിടെ അഹങ്കാരത്തെ ഉപയോഗിച്ചിരുന്നത്. അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക്. നിങ്ങൾ ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതെന്റെ ബാഗാണ്, അല്ലെങ്കിൽ ഇതെന്റെ പേഴ്സാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പുറത്തിരിക്കുന്നതിന്റെ പേഴ്സ് പോയി എടുക്കും അഹങ്കാരം ഇല്ലെങ്കിൽ. അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് ഇത് എന്റെയാണ്, അത് എന്റെ അടുത്തിരിക്കുന്ന വേറൊരാളുടെയാണ്, എന്റെ ബൗണ്ടറി ഇവിടെ വരെയാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ അഹങ്കാരവും ബുദ്ധിയും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എന്റെ നിന്റെ എന്നുള്ള ഭേദം ഉണ്ടാക്കുന്നതൊക്കെ അഹങ്കാരത്തിന്റെ പണിയാണ്. അതുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ തല്ലു കിട്ടാതെ ഈ ഷേപ്പിൽ ജീവിച്ചു പോകുന്നത്. അപ്പൊ അതൊരു മോശം കാര്യമല്ല, എല്ലാവർക്കും വേണ്ട കാര്യമാണ് അഹങ്കാരം. അപ്പൊ ഈ 3 സാധനങ്ങളെയും ചേർത്തിട്ട് നമ്മൾ അന്ധക്കരണം എന്നാണ് വിളിക്കുക. അപ്പോ ഈ 5 ഇന്ദ്രിയങ്ങള് 5 ഭൂതങ്ങളാകുന്ന ഡാറ്റയെ 5 തന്മാത്രകളായി സ്വീകരിച്ചിട്ട് മനസ്സിലേക്കിട്ടു. മനസ്സ് അതിനെ പ്രോസസ് ചെയ്യുന്നുണ്ട്, ബുദ്ധി അതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ഞാൻ എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് അഹങ്കാരം വെച്ചിട്ടാണ്. ഇത്രയും പഠിച്ചോ? ഇനി ഇതിനൊരു റിയാക്ഷൻ വേണ്ടേ? ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ നടന്നു. നമുക്കൊരു ഡാറ്റ കിട്ടി, ഇതൊക്കെ പ്രോസസ് ചെയ്തു, ബുദ്ധി ഒരു തീരുമാനം എടുത്തു കൊടുത്തു. അഹങ്കാരം അത് എന്റെ നിന്റെ എന്നുള്ള ഭേദമൊക്കെ കൺസിഡർ ചെയ്ത് ഞാനാണ് ഈ അറിവ് ആർജിച്ചത് എന്ന് മനസ്സിലാക്കി. ഇനി എന്താ ചെയ്യുക? കിടന്നുറങ്ങിയാൽ മതിയോ? ഇതിന് ഒരു റിയാക്ഷൻ ഉണ്ട് അല്ലെ? ആ റിയാക്ട് ചെയ്യുന്ന ഇന്ദ്രിയങ്ങളാണ് കർമ്മേന്ദ്രിയം. 5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ട്. അതാണ് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. അപ്പൊ വാക്കിന്റെ പണി കമ്മ്യൂണിക്കേഷൻ ആണ്, വചനം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു സംശയം വന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ വഴി നിങ്ങൾ ഈ ക്ലാസ് സ്വീകരിച്ചു, അത് മനസ്സിലിട്ടു, മനസ്സതിനെ പ്രോസസ് ചെയ്തു. അപ്പൊ ബുദ്ധി പറയാണ് ഇത് ശരിയല്ലല്ലോ, ഇത് ഒന്ന് ക്ലിയർ ചെയ്യണം, ഒരു സംശയമുണ്ട്, അപ്പൊ അത് ചോദിക്കണം. അപ്പൊ നിങ്ങൾ ചാറ്റിൽ ടൈപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആ
കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ശക്തിയാണ് വാക്കിന്ദ്രിയം. നിങ്ങൾ കൈകൊണ്ട് ടാറ്റ കാണിച്ചു, അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. പോവാണ് കേട്ടോ, പിന്നെ കാണാം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വിചാരിക്കുക. അപ്പൊ കൈകൊണ്ടാണ് അത് കാണിക്കുന്നത്, നിങ്ങൾ വാക്ക് ശബ്ദം ഉപയോഗിക്കുന്നില്ല, പക്ഷെ അതൊരു കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നത് വാക്കിന്ദ്രിയമാണ്. ഇനി അടുത്തത് പാണി. പാണി എന്നുള്ള വാക്കിന്റെ അർത്ഥം കൈ എന്നാണ്. അപ്പോ എടുക്കുക കൊടുക്കുക എന്ന പണി ചെയ്യുന്ന ഇന്ദ്രിയമാണ് പാണി ഇന്ദ്രിയം. ഇനി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകണം, സഞ്ചരിക്കണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇന്ദ്രിയാണ് പാദം. കമ്മ്യൂണിക്കേഷന് വാക്ക്, എടുക്കുക കൊടുക്കുക പോലെയുള്ള കർമ്മങ്ങൾക്ക് പാണി, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ പാദം. ഇനി വിസർജനം, ശരീരത്തിന് ആവശ്യമില്ലാത്ത മാലിന്യത്തെ പുറന്തള്ളുന്ന പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ അത് സാധ്യമാക്കുന്ന ആ ശക്തി വിശേഷം, അതാണ് പായു ഇന്ദ്രിയം. അടുത്തത് ഉപസ്ഥം. ഉപസ്ഥത്തിന്റെ ഫംഗ്ഷൻ ആനന്ദമാണ്. അപ്പൊ ആനന്ദം, ബ്ലിസ് അനുഭവിക്കുന്ന, ആ ബ്ലിസ്സിനെ അനുഭവിക്കാൻ നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുന്ന ശക്തി ചൈതന്യമാണ് ഉപസ്ഥം എന്ന് പറയുന്ന ഇന്ദ്രിയം. അപ്പൊ ആനന്ദം എന്നുള്ളതിന് ധാതു, സംസ്കൃതത്തിൽ എല്ലാ വാക്കിനും ഒരു ധാതു ഉണ്ട്. നന്ദ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ആനന്ദം എന്നുള്ള വാക്കുണ്ടായിരുന്നത്. അപ്പൊ നന്ദിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആനന്ദം, ബ്ലിസ്. മറ്റൊന്ന് നന്ദ്, വർദ്ധതേ എന്നൊരർത്ഥമുണ്ട്, വർദ്ധിക്കുക, വർദ്ധിപ്പിക്കുക. അപ്പോ പ്രജനനം, റീപ്രൊഡക്ഷൻ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ ഉപസ്ഥം എന്ന് പറയുന്നത് നമ്മൾ ജനനേന്ദ്രിയത്തെ അതുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട്. ആനന്ദമാണ് അതിന്റെ അടിസ്ഥാന ഫംഗ്ഷൻ. അതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്, പ്രജനനം. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻ, അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി, ആ ശക്തി വിശേഷത്തെയാണ് ഉപസ്ഥം എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് 5 കർമ്മ ഇന്ദ്രിയങ്ങൾ കൂടി ഉണ്ട്. ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ഒരാളും ഉണ്ട്. അയാളാണ് ആദ്യം പറഞ്ഞത് പുരുഷൻ. നമ്മൾ 25 കാര്യങ്ങളാണ് ഇപ്പൊ ഒരു 10 മിനിറ്റിൽ പറഞ്ഞു തീർത്തത്. ഒന്ന് 5 ഭൂതങ്ങൾ, ആ ഭൂതങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ 5 തന്മാത്രകൾ, അതിനെ സ്വീകരിക്കുന്ന 5 ജ്ഞാന ഇന്ദ്രിയങ്ങളാണ് നേത്രേന്ദ്രിയം, ത്വക്കിന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, ത്വക്കിന്ദ്രിയം, നേത്രേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി ഇത് അന്ധകരണത്തിലേക്ക് ഇടുന്നു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം 3 അവിടെ ഉണ്ട്. ഇതിനോട് റിയാക്ട് ചെയ്യാനായിട്ട് 5 കർമ്മേന്ദ്രിയങ്ങൾ, വാക്, പാണി, പാദ, പായു, ഉപസ്ഥം. ഇതിനൊക്കെ സാക്ഷിയായിട്ടുള്ള പുരുഷൻ. അപ്പൊ പ്രകൃതി എന്താ? പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ 23 തത്വങ്ങളുടെയും ഒരു സാമരസ്യാവസ്ഥയാണ് 24ാമത്തെ തത്വമായിട്ടുള്ള പ്രകൃതി. 5 ഭൂതങ്ങളുടെ, 5 തന്മാത്രകളുടെ, 5 ജ്ഞാനേന്ദ്രിയത്തിന്റെ, 5 കർമ്മേന്ദ്രിയത്തിന്റെ, മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തിന്റെ, ഈ 23 എണ്ണത്തിന്റെയും ഒരു കോമ്പിനേഷൻ, ഒരു ഈക്വിലിബ്രിയം സ്റ്റേറ്റ്, സാമരസ്യാവസ്ഥയാണ് പ്രകൃതി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട സത്വരജസ്തമസ്സുകളുടെ സാമ്യാവസ്ഥയാണ്. ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണെങ്കിൽ ഇതിനൊക്കെ സാക്ഷിയായിട്ട് ഇരിക്കുന്ന ഒരാളാണ് പുരുഷൻ. പുരുഷൻ ഇതിന്റെയൊക്കെ ഭോക്താവാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ? സാഖ്യം ഇതൊക്കെ എന്തിനു വേണ്ടി പറഞ്ഞു എന്നാ പറഞ്ഞേ? തുടങ്ങിയ സ്ഥലം ഓർമ്മയുണ്ടോ? 3 വിധ ദുഃഖങ്ങളിൽ നിന്ന് മോചിക്കാനല്ലേ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഈ പണി മുഴുവൻ എടുത്ത്. അപ്പൊ സാഖ്യം എങ്ങനെയാണ് ഈ 3 വിധ ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നത്? ഈ പ്രസംഗമൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ 3 വിധ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കപ്പെട്ടോ? ഇല്ല. അപ്പൊ സാഖ്യം അവിടെ നമ്മളെ ഫുൾ ഫിലോസഫി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാഖ്യകാരികയാണ് വെച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. പുരുഷൻ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആധ്യാത്മിക, ആദി ഭൗതിക, ആദി ദൈവിക ദുഃഖങ്ങളൊക്കെ സംഭവിക്കുന്നത് എവിടെയാ? പ്രകൃതിയിലാണ്. പുരുഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ യഥാർത്ഥ ഉണ്മ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാതെ ഇതൊക്കെ മാറി നിന്ന് കാണുന്ന ഒരാൾ മാത്രമാണ്. സാഖ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മനോഹരമായിട്ട് ഒരു ഉപമ പറയുന്നുണ്ട്. പങ്കു അന്ധവത്. ഈ കഥ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ട്. അതായത് കണ്ണ് കാണാത്ത ഒരാൾ, കാലിന് സുഖമില്ലാത്ത ഒരാൾ, നടക്കാൻ പറ്റാത്ത ഒരാളും കണ്ണ് കാണാത്ത ഒരാളും ഇവർ കണ്ടുമുട്ടി. എന്നിട്ട് ഇവരൊരു തീരുമാനത്തിൽ എത്തുകയാണ്. നടക്കാൻ പറ്റാത്ത കണ്ണ് കാണുന്ന ആള് നടക്കാൻ പറ്റുന്ന കണ്ണ് കാണാത്ത ആളുടെ ചുമലിൽ കയറിയിരിക്കാം, എന്നിട്ട് ഇവർ ഒരുമിച്ച് സഞ്ചരിക്കാം. അപ്പൊ മുകളിലുള്ള ആള് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഇടത്തോട്ട് തിരിഞ്ഞോളൂ, ഇവിടെ എത്തുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞോളൂ, മുമ്പിൽ ഇനി നമുക്കൊരു നദിയാണ് കടക്കാനുള്ളത്, കുറച്ച് കല്ലും മുള്ളൊക്കെ ഉണ്ട്. ഇങ്ങനെ മുകളിലിരിക്കുന്ന ആൾ ഇത് കണ്ടിട്ട് പറഞ്ഞു കൊടുക്കും. താഴെയുള്ള ആൾക്ക് കണ്ണ് കാണില്ല, പക്ഷെ അയാൾക്ക് നടക്കാം, കാല് സ്വാധീനമുണ്ട്. ഇങ്ങനെ ഒരു പങ്കുവും ഒരു അന്ധനും കൂടി
നാട് ചുറ്റാൻ ഇറങ്ങിയ പോലെയാണ് എന്ന് സാഖ്യം മനോഹരമായിട്ട് ഇതിനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കുറേ ദൂരം വർഷങ്ങളോളം ഇങ്ങനെ സഞ്ചരിച്ച് ഈ മുകളിലിരിക്കുന്ന ആൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഇതൊരൊറ്റ ശരീരമാണെന്ന്. കാരണം ഇയാൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഇത് പോകുന്നുണ്ട്. ഇയാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഈ താഴെ ഇരിക്കുന്ന ശരീരം നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരൊരു താതാത്മ്യത്തിലെത്തി. അപ്പൊ താഴെയുള്ള ആള് കല്ലിലും മുള്ളിലൊക്കെ ചവിട്ടുമ്പോൾ കരയുന്നത് മുകളിലിരിക്കുന്ന ആളാണ്. താഴെയുള്ള ആള് പുഴ കടക്കുന്ന സമയത്ത് അതിന്റെ അസ്വസ്ഥത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ തണുപ്പ് അനുഭവിക്കുന്നത് മുകളിലുള്ള ആളാണ്. പക്ഷെ ശരിക്കും അയാൾ അത് അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. അയാൾ മുകളിലിരിക്കുക, അയാൾ ഇത് പറഞ്ഞു കൊടുക്കുക, അയാൾ ഇതൊക്കെ കണ്ട് മുകളിലിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ വർഷങ്ങളോളം അങ്ങനെ അതിനോട് താതാത്മ്യം വന്ന സമയത്ത് അവർ വിചാരിച്ചു ഇതെന്റെ ശരീരം തന്നെയാണ്, ഇതൊരൊറ്റ പീസാണ്. അപ്പൊ നമ്മളും ഇതുപോലെയാണ്. നമ്മൾ പ്രകൃതിയാണ് നമ്മൾ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതായത് ഈ ശരീരമാണ് ഞാൻ, ഈ മനസ്സാണ് ഞാൻ, ബുദ്ധിയാണ്, അഹങ്കാരമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ നമ്മുടെ പ്രശ്നമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് സാഖ്യം പറയുന്നത്. സാഖ്യം ജ്ഞാനത്തിലൂടെ മോക്ഷം എന്ന് പറയുന്നത് ഈ ജ്ഞാനാണ്. പ്രകൃതി പുരുഷ ഭേദജ്ഞാനം ഉണ്ടായാൽ പുരുഷൻ വെറും ഒരു സാക്ഷിയാണ്, പുരുഷനെ ഇതൊന്നും ബാധിക്കുന്നില്ല, ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് ഇതിനെ നോക്കിക്കാണുന്ന ഒരു വിശേഷം മാത്രമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത 3 വിധ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവും. ഇതാണ് സാഖ്യത്തിന്റെ ഫിലോസഫി. സാഖ്യം പറയുന്ന 25 ഫിലോസഫികളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് ആ 25 ഫിലോസഫികൾ. അപ്പൊ നോക്കൂ, ഈ താഴെ മുതൽ മഹാഭൂതങ്ങൾ മുതൽ കൂട്ടിയാൽ മഹാഭൂതങ്ങൾ, തന്മാത്രകൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, അഹങ്കാരം, ബുദ്ധി, പ്രകൃതി, ഇവിടെ വരെ ദുഃഖമുണ്ട് അല്ലെ? ഇവിടെ വരെയാണ് 3 വിധ ദുഃഖങ്ങളില്ല. പുരുഷനെ ഐഡന്റിഫൈ ചെയ്താൽ, പുരുഷൻ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ദുഃഖം ഈക്വൽ ടു 0 ആയി അല്ലെ? അങ്ങനെയാണെങ്കിൽ അതായത് താഴേക്ക് പോയാൽ ദുഃഖമുണ്ട്, പുരുഷൻ വരെ എത്തിയ ദുഃഖമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മേലേക്ക് പോയാൽ സുഖം ഉണ്ടാവണ്ടേ? ആ തോട്ട്, താഴെ ദുഃഖം, നടുക്ക് നിന്ന പുരുഷൻ ഒരു നടുക്കുള്ള അവസ്ഥയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ദുഃഖമില്ല. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് പോയ ആനന്ദം കിട്ടണ്ടേ? അപ്പൊ പുരുഷന് മേലേക്കും സഞ്ചരിക്കാം. അതാണ് തന്ത്രം. പുരുഷന് മേലേക്ക് തന്ത്രം സഞ്ചരിച്ച സമയത്ത് എങ്ങനെ നമ്മൾ പുരുഷനായി എന്ന് കണ്ടെത്തി. അപ്പൊ നമ്മൾ പുരുഷനല്ല, നമ്മൾ ഒരു ചൈതന്യം തന്നെ ആയിരുന്നു. പക്ഷെ ആ ചൈതന്യം ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്നത് പുരുഷനായിട്ടാണ്. എങ്ങനെ പുരുഷനായി? മായ കാരണം കൊണ്ട് പുരുഷനായി. മായ എങ്ങനെയാണ് നമ്മളെ പുരുഷനാക്കിയത്? മായയുടെ അടുത്ത് 5 ഉപകരണങ്ങളുണ്ട്. 5 ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് മായ നമ്മളെ ഈ പുരുഷാവസ്ഥയിൽ കെട്ടിയിട്ടിരിക്കുന്നത്. ആ 5 ടൂൾസിനെ നമ്മൾ കഞ്ചുകങ്ങൾ എന്നാണ് വിളിക്കുക. കഞ്ചുകം എന്ന് പറഞ്ഞാൽ ആവരണങ്ങളാണ്. മായയുടെ 5 കഞ്ചുകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മായ നമ്മളെ കെട്ടിയിട്ടത്. കല, വിദ്യ, രാഗം, കാലം, നിയതി. കല എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആക്ഷൻ ആണ്. കല ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മായ. അപ്പൊ എനിക്കറിയാം, എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ഫോൺ എടുത്ത് പൊക്കാം, പക്ഷെ എനിക്ക് ഞാനിരിക്കുന്ന വീട് എടുത്ത് പൊക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ ലിമിറ്റഡ് ആണ് എന്ന് ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു. എനിക്ക് എന്തോ കുറവുണ്ട്, ഞാൻ ഒരു ലിമിറ്റഡ് ബീയിങ് ആണ് എന്നുള്ള തോട്ട് ലിമിറ്റഡ് ആക്ഷനിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് തന്നു. അതാണ് കല. അടുത്തത് വിദ്യ ആണ്. അതിന് നിങ്ങൾക്ക് അവിദ്യ എന്നും വിളിക്കാം. വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവില്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാക്കി തന്നു. അപ്പോഴും നമ്മൾ ലിമിറ്റഡ് ആയി. എനിക്കിപ്പോ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ഏകദേശം അറിയാം, പക്ഷെ എനിക്ക് മുന്നിൽ ഒരു ചുമരുണ്ട്. ആ ചുമരിനപ്പുറത്ത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ആ തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കല്ലേ, അയ്യോ ഞാനൊരു ലിമിറ്റഡ് ബീയിങ് ആണ്. അതാണ് ആ ഫീലിംഗ് ഉണ്ടാക്കുന്ന മായയുടെ കഞ്ചുകാണ് വിദ്യ. അടുത്തത് രാഗം. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമാണ്, ഡിസയർ, ആഗ്രഹമാണ്. എങ്ങനെയാണ് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവുന്നത്? നിങ്ങൾ പൂർണ്ണനല്ല അല്ലെങ്കിൽ പൂർണ്ണയല്ല എന്നുള്ള ഒരു തോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവുന്നത്. പൂർണ്ണതയില്ല, ആ സാധനവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണതയിലേക്ക് ഒരു ചുവട് കൂടി വെക്കും. ആ സാരിയും കൂടി എൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ
കുറച്ചൊരു ആശ്വാസം എനിക്ക്, അതായത് ഒരു പൂർണ്ണതയിലേക്ക് ഞാൻ അടുക്കാൻ തുടങ്ങി. ഒരു ബെൻസ് കാറ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഒരു പൂർണ്ണതയിലേക്ക് അടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പൂർണ്ണനല്ല, അല്ലെങ്കിൽ പൂർണ്ണയല്ല എന്നുള്ള തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് മറ്റൊരു വസ്തുവിനോട് ആഗ്രഹം, മറ്റൊരു വസ്തുവോ വ്യക്തിയോ ആഗ്രഹം ജനിപ്പിക്കുക. അതാണ് രാഗം. അടുത്തത് കാലം ആണ്. കാലം എന്താ? ടൈമാണ്. ശരിക്കും തന്ത്രത്തിന്റെ കോൺസെപ്റ്റിൽ ടൈമില്ല, കാലം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. കാലം ഇല്ലാത്തൊരു വസ്തുവാണ്. അതിന് നമ്മൾ മൂന്നായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഒന്ന് ഭൂതകാലം, ഒന്ന് വർത്തമാനകാലം, ഒന്ന് ഭാവി കാലം. ഇതിലേക്ക് നമുക്ക് സഞ്ചരിക്കാനും വയ്യ. ഭൂതത്തിലേക്കും പോകാൻ പറ്റില്ല, ഭാവിയിലേക്കും പോകാൻ പറ്റില്ല. അപ്പൊ ഇല്ലാത്ത ഒരു കാലത്തിലെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മളെ ഇതിൽ കുടുക്കിക്കിടത്തിയിരിക്കുകയാണ്. അതാണ് കാലം എന്ന് പറയുന്ന കഞ്ചുകം. അടുത്തത് നിയതിയാണ്. നിയതി എന്ന് പറഞ്ഞാൽ വിധി എന്നാണ് അർത്ഥം. എങ്ങനെ ഈ വിധി ഉണ്ടാവുന്നത്? ഇപ്പൊ ഈ ക്ലാസ് കേൾക്കാനുള്ള വിധി എങ്ങനെ നിങ്ങൾക്ക് വന്നു? ഈ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്പേസിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്, അല്ലെ? ഒരു ആക്സിഡന്റിനെ പറ്റി ചിന്തിക്കാം. നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. എന്താ അത് സംഭവിക്കാനുള്ള കാരണം? ആ പർട്ടിക്കുലർ സമയത്ത് നിങ്ങൾ ആ സ്ഥലത്ത് എത്തിപ്പെട്ടു, അല്ലെ? നിങ്ങൾ ഒരു 5 മിനിറ്റ് വൈകിയാണ് അവിടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആക്സിഡന്റ് കിട്ടില്ലായിരുന്നു. നിങ്ങൾ അതേ സമയത്ത് മറ്റൊരു സ്ഥലത്തായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. അപ്പൊ ടൈമും സ്പേസും കൂടി നിങ്ങളെ കുടുക്കി. ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടു, എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ആ ആക്സിഡന്റിനെ നിങ്ങൾ 2 കൈ നീട്ടി അങ്ങനെ സ്വീകരിച്ചു. ഇതാണ് നിയതി. ഇങ്ങനെ ടൈമും സ്പേസും വെച്ചിട്ട് നിങ്ങൾ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് കൊടുക്കുന്നതാണ് നിയതി. ഇങ്ങനെ 5 കഞ്ചുകങ്ങൾ വെച്ചിട്ടാണ് മായ നിങ്ങളെ പെടുത്തുന്നത്. ഇനി ഇതിനു മുകളിലേക്ക് നമ്മൾ സഞ്ചരിച്ചു. ഇതിനു മുകളിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? അതായത് ആദ്യം പറഞ്ഞ പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്ന ശുദ്ധ ബോധം എങ്ങനെയാണ് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക്, പ്രപഞ്ചമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇറങ്ങി വരവ് എങ്ങനെയാണ്? അപ്പൊ ആ ശുദ്ധബോധത്തിൽ നമ്മൾ പറഞ്ഞു 2 സാധനങ്ങളാണുള്ളത്. ഒന്ന് ശിവനും ശക്തിയും. അതിന് തന്ത്രത്തിന്റെ ഭാഷയിൽ പ്രകാശം എന്നും വിമർശം എന്നും വിളിക്കാം. പ്രകാശം ശിവനാണ്, വിമർശം എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്, ശക്തിയാണ്. പ്രകാശമുണ്ട്, വിമർശമുണ്ട്. എവിടെയുണ്ട്? ശുദ്ധബോധത്തിലുണ്ട്. ഈ പ്രകാശ വിമർശങ്ങളാണ് ഇത് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു ശിവൻ സ്റ്റാറ്റിക് ആണ്, ചലനമില്ലായ്മയാണ്. ശക്തി ഡൈനാമിക് ആണ്, ചലനാത്മകതയാണ്. ഈ ചലിക്കുന്ന ശക്തി ശിവനെ ഈ പരാസംവിത്ത് എന്ന് പറയുന്ന ശുദ്ധബോധാവസ്ഥയിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. പണിയെടുക്കാതെ വീട്ടിലിരിക്കാൻ ശക്തി സമ്മതിക്കില്ല. ശക്തി എന്ത് ചെയ്യും? ശിവനെ ചവിട്ടി പുറത്താക്കിയതിനുള്ളിൽ പോയി പ്രപഞ്ചം ഉണ്ടാക്കാൻ പറയും. പരാസംവിത്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ശക്തി, ചലനാത്മകമായിട്ടുള്ള ശക്തി, ഡൈനാമിക് ആയിട്ടുള്ള ശക്തി ശിവനെ പിടിച്ച് പുറത്തേക്ക് തള്ളും. അങ്ങനെ ശിവൻ പുറത്തേക്ക് വരുമ്പോൾ ശിവന്റെ ആദ്യത്തെ പ്രകടനത്തിന്റെ പേരാണ് സദാശിവൻ. അടുത്ത സ്റ്റേറ്റ് ആണ് ഈശ്വരൻ. അതിന്റെ അടുത്ത സ്റ്റേറ്റ് ആണ് ശുദ്ധവിദ്യ. ഇങ്ങനെ 5 സ്റ്റേറ്റ്സ് ഉണ്ട്: ശിവൻ, ശക്തി, സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ. എല്ലാ ക്ലാസ്സിലും ഞാൻ ഇതാണ് ഏറ്റവും കൺഫ്യൂസിങ് സ്റ്റേറ്റ്. ഈ ഫിലോസഫിയിലത്തെ ഏറ്റവും കൺഫ്യൂസിങ് ഭാഗം ഇതാണ്. അതെന്താ കാരണം എന്നറിയോ? ഇതൊക്കെ കിടക്കുന്നത് നമ്മളുടെ ബുദ്ധിക്ക് മേലെയാണ്. നമ്മൾ ആ തത്വങ്ങൾ കണ്ടപ്പോൾ ഭൂതങ്ങളും തന്മാത്രകളൊക്കെ കഴിഞ്ഞ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മനസ്സ് ബുദ്ധിക്ക് മേലെ കിടക്കുന്ന ഒരു സാധനം അത്. അതായത് നിങ്ങളുടെ അടുത്തൊരു മൈക്രോസ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഗാലക്സികളെ സൂം ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. അത് പറ്റുമോ? ഗാലക്സി സൂം ചെയ്ത് നോക്കാൻ ടെലിസ്കോപ്പാണ്. നിങ്ങളുടെ അടുത്തുള്ളത് മൈക്രോസ്കോപ്പാണ്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരങ്ങൾക്ക് മേലെയുള്ള കുറച്ച് തത്വങ്ങളെ ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരങ്ങൾ വെച്ചിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു പോരായ്മ ഈ ഭാഗത്ത് വരും. അപ്പൊ പലപ്പോഴും ഈ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പല തരത്തിലുള്ള ഐഡിയകളും കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇത്തവണ ഞാൻ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്: സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ. ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കണം കേട്ടോ. ശിവന്റെ ആദ്യത്തെ പ്രകടനമാണ് സദാശിവൻ എന്ന് പറഞ്ഞല്ലോ. സദാശിവനിൽ ഐ കോൺഷ്യസ്നെസ് ആണ് കൂടി നിൽക്കുക. ഞാൻ എന്ന ഭാവമാണ് സദാശിവൻ. ഇതിൽ നിന്ന് പതുക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകും. നിങ്ങളൊരു അമീബയൊക്കെ സ്പ്ലിറ്റ് ആവുന്നത് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അതൊക്കെ ഒന്ന് ആലോചിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇതൊരു ടാങ്ക് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ടാങ്കിന്റെ നടുക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്. ഒരു സൈഡിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട്, ഈ സൈഡ് കാലിയാണ്. ഇതാണ് അഹം, ഇതാണ് ഇതം. അഹം എന്ന് വെച്ചാൽ ഐ കോൺഷ്യസ്നെസ് ആണ്. ഇതം എന്ന് വെച്ചാൽ ദാറ്റ് കോൺഷ്യസ്നെസ് ആണ്.
ഇവിടെ ദാറ്റ് കോൺഷ്യസ്നസ് ഇല്ല, സീറോ ആണ്, ഇവിടെ ഒന്നുമില്ല, അഹം മാത്രമേ ഉള്ളൂ. നീ എന്താ ചെയ്യുക, നമുക്ക് ഈ നടുക്കുള്ള സെപ്പറേഷൻ പതുക്കെ എടുത്തു മാറ്റാം, ഒറ്റ വലിക്ക് അതങ്ങോട്ട് പൊക്കാം. അപ്പൊ എന്തുണ്ടായി, ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അല്ലെ, അഹത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ആ ഫോഴ്സ് പെട്ടെന്ന് ഒരു പ്രഷർ ഡ്രോപ്പ് വന്നപ്പോ എന്ത് ചെയ്തു, ഇപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകുകയാണ്. അപ്പൊ എന്തുണ്ടാവും, ഇതം കൂടും അല്ലെ. തുറന്ന ഉടനെ തന്നെ എന്തുണ്ടാവുക, അഹം നേരെ താഴെ പോവും, ഇതം കൂടും. ഇത് പണ്ട് രാംജി ഇത് ക്ലാസ് ഒക്കെ എടുത്തപ്പോ എന്റെ അടുത്ത് പറയാറുണ്ട്, തന്ത്ര ക്ലാസ് ഡയറക്റ്റ്ലി എടുക്കുന്ന സമയത്ത് ഒരു കണ്ണാടിയും ടോർച്ചൊക്കെ കൊണ്ടുവരുന്ന അത്ര പോവാ. എന്തിനാ അറിയോ, പ്രകാശവും വിമർശവും കാണിച്ചു കൊടുക്കാനാണ്. കണ്ണാടിയിലേക്ക് ടോർച്ച് അടിച്ചിട്ട് ഇതിന്റെ റിഫ്ലക്ഷൻ കാണിച്ചിട്ട് പ്രകാശ വിമർശങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കാലം മാറി, ഞാനിപ്പോ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അങ്ങനെ അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ബുദ്ധിക്ക് മേലുള്ള ഒരു തത്വം ആയതുകൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പലതരത്തിലുള്ള ഐഡിയാസ് ഉപയോഗിക്കേണ്ടി വരും. അതിലൊരു ഐഡിയ മാത്രമാണ് ഇത്. നിങ്ങൾ ഇത് സദാശിവൻ എന്ന് പറഞ്ഞ ടാങ്കിൽ വെള്ളം നിറച്ചാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ശരി, അപ്പൊ അഹംഭാവം, അഹം ഞാൻ എന്ന കോൺഷ്യസ്നസ് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് സദാശിവൻ. ആ സദാശിവനിൽ നിന്ന് ഈശ്വര തത്വത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാറ്റ് കോൺഷ്യസ്നസ് കൂടി നിൽക്കുകയാണ്, ഇതം എന്ന് പറയുന്ന ഭാവം കൂടി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്തു, അത് സെറ്റിലാവുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ. അഹവും ഇതവും ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചു, അത് സെറ്റിലാവുന്ന ഒരു അവസ്ഥ. അതായത് അഹവും ഇതവും ഈക്വിലിബ്രിയത്തിലേക്ക് എത്തി, അതാണ് അഹമിതം, അതാണ് ശുദ്ധവിദ്യ. ഇങ്ങനെ ഒരു ബ്രിഡ്ജ്, ഒരു ട്രാൻസ്ഫറിങ് സ്റ്റേറ്റ് ഇതിന് ഇടയിലുണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇതിന് പിന്നിലുണ്ട്. അതായത് പ്യുവർ കോൺഷ്യസ്നസ് നമുക്ക് തൊട്ടും രുചിച്ചും മണത്തും കണ്ടും ഒക്കെ അറിയാവുന്ന പഞ്ചഭൂതങ്ങളായിട്ട് മാറുന്നതിന്റെ പ്രോസസ്സിനിടയ്ക്ക് ശക്തിയുടെ ആക്ഷൻ കൊണ്ട് ശിവൻ പരാസംവിത്ത് എന്ന് പറയുന്ന ആ ബോധത്തിന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ 3 പ്രകടനങ്ങളുണ്ട്. അഹം ഐ കോൺഷ്യസ്നസ് കൂടി നിൽക്കുന്ന അവസ്ഥ, ഇതം ദാറ്റ് കോൺഷ്യസ്നസ് കൂടി നിൽക്കുന്ന അവസ്ഥ, അഹവും ഇതവും തുല്യമായിരിക്കുന്ന അവസ്ഥ. ഇവിടെയാണ് മായ ആക്ട് ചെയ്ത് 5 കഞ്ചുകങ്ങൾ വെച്ചിട്ട് ഇതിനെ മൂടി പുരുഷനാക്കുന്നത്. ആ പുരുഷൻ പ്രകൃതിയിൽ, അതായത് ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ആ കണ്ണ് കാണുന്ന പക്ഷെ നടക്കാൻ വയ്യാത്ത ആളുടെ പോലെ ഈ ശരീരത്തെയും ഈ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തിനെയും ഈ അനുഭവിക്കുന്ന ദുഃഖത്തിനെയൊക്കെ ഞാൻ അല്ലെങ്കിൽ എനിക്ക് സംഭവിക്കുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തില് നട്ടം തിരിയാണ്. ഇപ്പൊ സാഖ്യം പറഞ്ഞു വെച്ച ഫിലോസഫിയിൽ നിന്നും ആനന്ദം തേടിയുള്ള യാത്രയിലാണ് തന്ത്രം ഇവോൾവായി വന്നത്. അങ്ങനെ നമ്മൾ 25 മുകളിൽ 11 തത്വങ്ങളെ കൂടി ചേർത്തിട്ട് ഈ 36 തത്വങ്ങളെ ഇപ്പോ പറഞ്ഞു. ഇത് തത്വസമീക്ഷ എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പ് റഫ്ലി എടുത്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ സാഖ്യമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ ഇത് ഒരു ഇൻട്രോ ആയിട്ട് ഇത് മതി എന്നുള്ളവർക്ക് ഇത് മതി. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാശ്മീര ശൈവമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മുമ്പ് മനസ്സിലായതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും. ആരെങ്കിലും വായിച്ചിട്ടൊന്നും മനസ്സിലാവാതെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇത് മനസ്സിലാവും. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷട്രിംശത് തത്വസന്തോഹ എന്ന് പറയുന്ന ഗ്രന്ഥവും പരാപ്രവേശിക എന്ന് പറയുന്ന ഗ്രന്ഥവും വായിച്ച് ഇതിന്റെ കുറച്ചുകൂടി ഒരു ഡീപ്പ് അർത്ഥതലങ്ങളിലേക്ക് പോകും. അപ്പൊ സാഖ്യത്തിന് നമുക്ക് ഞാൻ പറഞ്ഞു ഒരു സാഖ്യകാരിക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈശ്വരകൃഷ്ണൻ എഴുതിയ സാഖ്യകാരിക, അതാണ് ഇപ്പോൾ എല്ലാവരും അടിസ്ഥാന ഗ്രന്ഥമായിട്ട് സാഖ്യം പഠിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞതിനൊക്കെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാവുന്നത് ഒരു കോയിൻസിഡൻസ് ആണ്, സെയിം വൃത്തത്തിലാണ്, സെയിം ഛന്ദസ്സിലാണ് ഷട്രിംശത് തത്വസന്തോഹയും എഴുതിയിരിക്കുന്നത്. സാഖ്യകാരിക എഴുതിയ അതേ ഛന്ദസ്സിൽ തന്നെയാണ് ഈ ഗ്രന്ഥവും എഴുതിയിരിക്കുന്നത്. അതാണ് ഈ 36 തത്വങ്ങളുടെ ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ തത്വങ്ങളെ ഈ ഭാഷയിൽ തന്നെ പഠിക്കാൻ പോവുകയാണ് നമ്മൾ ഇനി വരുന്ന 6 ദിവസം കൊണ്ട്. അതാണ് കാശ്മീര ശൈവ പ്രവേശിക. നമ്മൾ ഒന്ന് ഈ ഒരു പദ്ധതി, കാശ്മീര ശൈവ എന്ന് പറയുന്ന ഈ ദർശനത്തിന്റെ ഒരു ഗുരു പരമ്പരയും അതിന്റെ ഒരു പരിചയവും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണും. ഈ ഗ്രന്ഥത്തിന്റെ ഒരു പരിചയം, പിന്നെ നമ്മൾ ഈ 36 തത്വങ്ങളിലേക്ക് കടക്കും. അത് കടന്ന് കുറച്ച് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പരാപ്രവേശിക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കുറച്ച് ഡീപ്പർ, ഇപ്പൊ നമ്മൾ കണ്ട ഈ 36 തത്വങ്ങൾക്കും മേലെയുള്ള കുറച്ച് അവസ്ഥകളിലേക്ക് അവിടെ പറയുന്നുണ്ട്. അവിടെ പരാബീജത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയും മറ്റും വരുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലെയിൻഡ് വേർഷൻ ആണ് പരാതൃംശിഖ എന്ന് പറയുന്ന പുസ്തകത്തിൽ അഭിനവഗുപ്തൻ പറഞ്ഞിരിക്കുന്നത്. അത് രുദ്രയാമള തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ആയതുകൊണ്ട് അഭിനവഗുപ്തൻ അത് മാത്രം എടുത്തിട്ട് പരാതൃംശിക എന്നുള്ള പേരിൽ അത് രചിച്ചിട്ടുണ്ട്.
അപ്പൊ അതിൽ പറയുന്ന പരാബീജത്തെയും പരാദേവിയെയും കുറിച്ചിട്ടുള്ള ഒരു എൻട്രി ഈ പരാപ്രവേശികയിൽ കിട്ടും. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പരാപ്രവേശനമാണ് പരാപ്രവേശിക. അത് അഭിനവഗുപ്തന്റെ ശിഷ്യനായിട്ടുള്ള ക്ഷേമരാജൻ എഴുതിയ ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ഈ 2 ഗ്രന്ഥങ്ങളുമായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ടാവുക. ഇൻഡെപ്ത് കാശ്മീര ശൈവത്തിലേക്ക് പോകണം എന്ന് താല്പര്യമുള്ളവർക്ക് അതിലേക്ക് വരാം. അല്ലാത്തവർക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 36 തത്വങ്ങൾ ധാരാളമാണ് ഈ ഫിലോസഫിയെ മനസ്സിലാക്കാനും ഇതിൽപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിച്ച് പോകാൻ. നമ്മളിത് കശ്മീരിലുള്ള ആ ഒരു ജനതയോട് നമ്മൾ കടപ്പെട്ടിരിക്കണം. കാരണം ഇങ്ങനെ ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു ഫിലോസഫിയെ അവർക്ക് ഒരുപാട് ഇൻവേഷൻസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അധിനിവേശങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കാശ്മീർ. അതിനൊക്കെ പുറമെ പല ക്രൂരതകളും അവർ നേരിടേണ്ടി വന്നിട്ട് എന്നാലും അവർ ഈ ഫിലോസഫി അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇന്നും കാശ്മീരിലുള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫിലോസഫി അവരുടെ കയ്യിലുണ്ട്. പക്ഷെ കാശ്മീരിൽ ഇതിനെ ഒതുക്കാൻ നോക്കിയ സമയത്ത് ഇത് കേരളത്തിൽ ഉയർന്നു വന്നു. ഇതിന്റെ പ്രാക്ടീസ് ഇപ്പൊ നമുക്ക് കേരളത്തിലുണ്ട്. കേരളത്തിലെ 13 ശക്തേയ കാവുകളിൽ കാശ്മീര ശൈവ ദർശന പ്രകാരമുള്ള പ്രാക്ടീസ് ഉണ്ട്. ഭാരതത്തിൽ ഇതിനെ ചുരുക്കാൻ നോക്കിയപ്പോൾ ഇത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉയർന്നു വന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനെ വെറുതെ വിളിച്ചതല്ല സനാതനം എന്ന്. ഇതിനെ ചുരുക്കാൻ നോക്കുമ്പോൾ ഇത് വികസിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്യാൻ കാരണം ഒരുപാട് മഹത്തുക്കളായിട്ടുള്ള ആൾക്കാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെ പഠിക്കുകയും അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വലിയൊരു കാശ്മീര ശൈവ അത് താല്പര്യത്തോടു കൂടി പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടീം തന്നെ നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് പലതരം ക്ലാസ്സുകളിലൂടെ. ഒരുപാട് പേര് തന്ത്രസാര കോഴ്സിലുണ്ട് എനിക്കറിയാം. അപ്പോൾ അതിലേക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് ഈ ക്ലാസ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ ഞാൻ പറഞ്ഞതിനോടൊപ്പം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാം. ബിന്ദു എന്ന് പറഞ്ഞാൽ ചാറ്റ് ബോക്സിൽ കൈ പൊക്കിയിട്ടുണ്ട്. അത് അല്ലാതെ പുറത്തൊരു ഹാൻഡ് റൈസ് ഉണ്ട്, അത് പൊക്കാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്യായിരുന്നു. ഇവിടെ താഴെ ഒരു ഹാൻഡ് റൈസിങ് ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാം. യെസ്, രാധ ചേച്ചി അൺമ്യൂട്ട് ചെയ്തോളൂ. നമസ്കാരം സച്ചിൻ. ഒരു ചോദ്യം, ഈ പറഞ്ഞ 2 ഇതിന്റെയും ബുക്സ് അവൈലബിൾ ആണോ അനിത്തറയില്? ഇല്ല, അനിത്തറയിൽ അവൈലബിൾ അല്ല. അത് പുറത്തും അതിന്റെ പ്രിന്റഡ് കോപ്പീസ് ഇപ്പൊ അവൈലബിൾ അല്ല. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിന്റെ PDFs അവൈലബിൾ ആയിരിക്കും, പക്ഷെ സംസ്കൃതത്തിലായിരിക്കും. ഹിന്ദി വ്യാഖ്യാനം ഇതിനുണ്ട്. പരാപ്രവേശികയ്ക്ക് ഹിന്ദി വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്. അത് ഒരു പഴയ പുസ്തകമാണ്, ഇപ്പൊ അത് പ്രിന്റിലും ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ പഠിക്കുന്ന അതിന്റെ അടുത്ത് രാം ശിവ ത്രികാശ്രം എന്ന് പറഞ്ഞിട്ടൊരു ആശ്രമമുണ്ട്. അപ്പൊ അവര് പണ്ട് ഇറക്കിയ ഒരു പുസ്തകത്തിന്റെ PDF നെറ്റിൽ അവൈലബിൾ ആണ്. അതിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ അവരത് ആ മിസ്റ്റേക്സ് ഒക്കെ മാറ്റിയിട്ട് അവർ പുതിയ വേർഷൻ ഒന്നും ഇറക്കിയിട്ടില്ല. ആ മിസ്റ്റേക്സ് ഉള്ള സ്ഥലത്ത് അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പഠിക്കാം. ഓക്കെ, ഓക്കെ, ക്ലാസ്സിന്റെ നോട്ട്സ് തന്നെ എടുക്കാം. താങ്ക് യു. ഇനി ആരാ? ശശികല ചേച്ചി നമ്മൾ ഇന്നലെ കണ്ട ശശി ചേച്ചിയാണെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്തോളൂ. അവിടെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഒരുപാട് പേര് ക്യൂലുണ്ടല്ലോ കൈപൊക്കിയിട്ട്. ചേച്ചി അത് നോക്കൂ, ഞാൻ അടുത്ത ആളിൽ പോട്ടെ. വന്നു അല്ലേ? പറഞ്ഞോളൂ. ഹലോ. എനിക്ക് 2 കാര്യങ്ങളിലെ കുറിച്ചൊന്ന് വിശദീകരിച്ചേക്കുള്ളൂ. നമ്മൾ കാലം എന്ന് പറഞ്ഞില്ലേ, നമ്മള് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. അപ്പൊ ഇത് ഇവിടെ നമ്മൾ കാലം ഇല്ല, അതൊന്ന് വിശദീകരിക്കാമോ? പിന്നെ ദാറ്റ് കോൺഷ്യസ്നെസ്, ഈ 2 കാര്യം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമായിരുന്നു. കാലം ഒരു ഉണ്മയായിട്ട് തന്ത്രം പറയുന്നില്ല. കാലം നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ തന്ത്രം പറയുന്നില്ല. അനുഭവപ്പെടുന്നത് എല്ലാം ഉണ്മയാണെന്ന് അർത്ഥമില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്, നേരിട്ട് കാണിച്ചു തരാൻ എളുപ്പമുണ്ട്. അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ അത് ഉണ്മയല്ല. അങ്ങനത്തെ അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ട്, പക്ഷെ അത് റിയാലിറ്റി അല്ല. അങ്ങനെ തോന്നും. ഇപ്പൊ ചിലർ കാണിക്കാറുണ്ട്, വിരൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ച, എന്നിട്ട് നിങ്ങൾ കണ്ണടയ്ക്കുക, എന്നിട്ട് ഒരു പേപ്പർ ബോൾ എടുത്ത് കയ്യിലിടുക, എന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 2 പേപ്പർ ബോൾസ് ഉണ്ട് എന്ന് അനുഭവപ്പെടും. പക്ഷെ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒന്നേ ഉള്ളൂ.
അപ്പോൾ ഏതാണ് ഉണ്മ? അനുഭവപ്പെടുന്നതെല്ലാം ഉണ്മയല്ല. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ കാലം ഒരു ഫേക്ക് സാധനമാണെന്നും അത് അനുഭവപ്പെടുന്നത് മാത്രമാണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ആയിട്ടെന്നും പറയുന്നത്. അത് മനസ്സിലാക്കാൻ ആപേക്ഷിക സിദ്ധാന്തമൊക്കെ പഠിച്ചാൽ മതി. ഐൻസ്റ്റീൻ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആപേക്ഷിക സിദ്ധാന്തത്തിൽ ഈ കാലം എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നതിലുള്ള വേരിയേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്കൊക്കെ യാത്ര ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഇപ്പൊ യൂട്യൂബിൽ കിട്ടും. അപ്പൊ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സ്പീഡിനനുസരിച്ചിട്ട് കാലം നിശ്ചലമാകുന്നത്. നമ്മൾ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിച്ചാൽ, പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ കാലം നിശ്ചലമാകും എന്നാണ്. അപ്പൊ നിശ്ചലമാകുന്നുണ്ടെങ്കിൽ അപ്പൊ അതുവരെ നമുക്ക് അനുഭവപ്പെട്ടിരുന്ന കാലം എവിടെ? അത് നമ്മൾ ലൈറ്റിനേലും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു ഉണ്മയല്ലാത്ത അവസ്ഥ മാത്രമാണ്. റിലേറ്റിവിറ്റി ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാലത്തിന്റെ ഒരു ഫേക്ക് അവസ്ഥ എന്താണെന്ന് പിടികിട്ടും. ദാറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാണ്. അപ്പൊ പ്യുവർ കോൺഷ്യസ്നെസ് പ്രപഞ്ചമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ പോകുന്ന ആ ഇന്റർമീഡിയറ്ററി സ്റ്റേറ്റ്സ് ആണ് മൂന്നെണ്ണം: സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ. അപ്പോ ഞാൻ എന്ന് പറയുന്ന പ്യുവർ കോൺഷ്യസ്നെസ് ദാറ്റ് ആകുന്ന അതാകുന്ന പ്രപഞ്ചമായിട്ടുള്ള ആ ഒരു കൺവേർഷൻ സ്റ്റേറ്റ് ആണ്. ദാറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ എന്നുള്ള ചിന്ത. പ്രപഞ്ചമാണ് ഞാൻ എന്ന് ശിവന് തോന്നുന്നതാണ് ദാറ്റ് കോൺഷ്യസ്നെസ്. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ശിവൻ എന്നുള്ള ആ തോട്ടാണ് ഐ കോൺഷ്യസ്നെസ്. അടുത്ത ആൾ പോവാണേ. രാജീവ് റൈസൻ, അൺമ്യൂട്ട് ചെയ്തോളൂ. ജി നമസ്തേ. നമസ്തേ. ജി ഈ കാശ്മീര ശൈവം എന്നുള്ളത് ലളിതമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കാശ്മീര ശൈവത്തിന്റെ അടിസ്ഥാന ഫിലോസഫിയാണ് ഇപ്പൊ പറഞ്ഞത്. കാശ്മീര ശൈവം എന്ന് വിളിക്കുന്നത് ശരിക്കൊരു തെറ്റായ പ്രയോഗമാണ്. അതിന്റെ ശരിക്കുള്ള പേര് ത്രികദർശനം എന്നാണ്. ശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പേര് ഷഡർദ്ധ ശാസ്ത്രം എന്നാണ്. ഷഡർദ്ധം എന്ന് വെച്ചാൽ 6ന്റെ പകുതി, അതായത് ത്രികം 3 തന്നെയാണ് അതിന്റെ അർത്ഥം. അത് ശിവൻ, ശക്തി, നര എന്നുള്ള 3 സാധനങ്ങളെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഇതിനെ ത്രികം എന്ന് വിളിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സബ്ജക്ട്, ഒബ്ജക്ട്, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നോളജ്. ഇങ്ങനെ 3 വിഷയങ്ങളെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഇതിനെ ത്രികം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ആണ് കാശ്മീര ശൈവം എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റ് പല ശൈവങ്ങളും ഉണ്ട്. അപ്പൊ അതിനിടയിൽ ഇതിനെ തിരിച്ചറിയാൻ നമ്മൾ കാശ്മീര ശൈവം എന്ന് പ്രയോഗിക്കും. ശരിക്കും അത് തെറ്റായ പ്രയോഗമാണ്. ഞാനിപ്പോൾ പഠിക്കുന്നത് PG കാശ്മീര ശൈവമാണ്. അപ്പൊ എനിക്ക് കോഴ്സ് കഴിയുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ ഞാൻ ഈ പഠിച്ച സബ്ജക്റ്റിന്റെ പേര് തെറ്റായിട്ടാണ് അച്ചടിക്കുക. കാശ്മീര ശൈവ ദർശനം ആചാര്യ എന്നാണ് അതിൽ വരിക. ശരിക്കും അതിന് ത്രികദർശനം എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ പൊളിറ്റിക്കൽ റീസൺസ്, ജോഗ്രഫിക്കൽ റീസൺസ് കൊണ്ട് അതിനെ നമ്മൾ കാശ്മീര ശൈവം എന്ന് വിളിക്കുന്നു. ഇതൊരു ജീവിത രീതിയാണോ? എല്ലാ ഫിലോസഫിയും പ്രാക്ടീസോട് കൂടിയിട്ട് ഉള്ളത് കൊണ്ടാണ് അത് ഇന്നും നിലനിൽക്കുന്നത്. അപ്പൊ ഫിലോസഫി മാത്രമായിട്ട് പുസ്തകത്തിൽ പഠിക്കാനുള്ളതല്ല, ഒരു പ്രാക്ടീസും ഉണ്ട്. അത് ചെയ്താൽ അതൊരു ജീവിത രീതിയായി. ഓക്കെ 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 താങ്ക് യു ജി, താങ്ക് യു താങ്ക് യു. ലളിത ചേച്ചിയാണ് വീഡിയോ. നമസ്തേ. എന്റെ സംശയം ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ഹിരണ്യ ഗർഭം എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയുണ്ടല്ലോ, അതും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ സച്ചിൻജി? കണക്ട് ചെയ്യണ്ട, അത് അദ്വൈത വേദാന്തത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഹിരണ്യഗർഭൻ. ഒരു പടി കൂടി കടന്നു പോയി കഴിഞ്ഞാൽ പരബ്രഹ്മം എന്ന് വിളിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് ശക്തിയില്ല. അദ്വൈത വേദാന്തത്തിൽ ശക്തിയെ കുറിച്ചുള്ള പരാമർശമില്ല. അത് നിർഗുണമായിട്ടുള്ള പരബ്രഹ്മത്തിൽ നിന്നാണ് പിന്നീട് ഇതൊക്കെ ഉണ്ടായി വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് 5 ശക്തിയോട് കൂടിയതാണ് പരാസംവിത്ത്. ചിദ്, ആനന്ദം, ഇച്ഛ, ജ്ഞാനം, ക്രിയ, ഇങ്ങനെ പറയുന്ന 5 ശക്തിയോട് കൂടിയിരിക്കുന്ന പരാസംവിത്തിനാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒരു ഭേദം. അപ്പൊ അവിടെ മായയൊക്കെ ശങ്കരൻ പറയുന്ന മായയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ശക്തിയാണ് മായയായിട്ട് കൺവേർട്ട് ആവുന്നതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഒരു വ്യത്യാസം. അതിനെ ലിങ്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കേണ്ട. രണ്ടും 2 ദർശനങ്ങളാണ്. അതിന്റെ രണ്ടിന്റെയും വഴിക്ക് വിടുക. കുറച്ച് സ്പീഡപ്പ് ആക്കണേ. ഞാൻ ഇത്തിരി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. രാജ് ഐഫോൺ എന്ന് കാണുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്തോളൂ. സച്ചിൻ ജി നമസ്തേ. സച്ചിൻ ഇന്ന് തത്വത്തിന്റെ ഒരു അർത്ഥം പറഞ്ഞു, അതായിരിക്കുന്ന അവസ്ഥയെന്ന്. ഇന്ദ്രിയം എന്നുള്ളതിന് എന്താണ് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുമോ? ഇന്ദ്രിയം നമുക്ക് ഇതൊക്കെ റിസീവ് ചെയ്യാനുള്ള ശക്തിവിശേഷമായിരിക്കുന്ന അവസ്ഥ. അപ്പൊ നേത്ര ഇന്ദ്രിയം എന്ന് പറയുന്നത് കാഴ്ചക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന ശക്തിയായിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതായിരിക്കുന്ന അവസ്ഥ എന്നുള്ള ഡെഫിനിഷൻ കറക്റ്റായി. തത്വം. അപ്പൊ നേത്ര ഇന്ദ്രിയം ഒരു തത്വമാണ്. കാരണം അത് ആ ശക്തിയായി നിലനിൽക്കുന്നുണ്ട്.
എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. നമ്മളിപ്പോ ഈ പറഞ്ഞ 36 തത്വങ്ങളും അങ്ങനെ തന്നെ അതായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അതിനെ തത്വം എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുന്നത്. ആ തത്വത്തെ മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് സ്വീകരിക്കാൻ പ്രാപ്തമാക്കുന്ന സാധനം ഇന്ദ്രിയം. തത്വത്തെ സ്വീകരിക്കാൻ മാത്രം എന്ന് വിളിക്കാൻ പറ്റില്ല. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളെയും സ്വീകരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് ആ ഇന്ദ്രിയമാകുന്ന ശക്തിയാണ്. ആ ശക്തി നിങ്ങളിൽ ഒരു ഇന്ദ്രിയമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നേത്ര ഇന്ദ്രിയം എന്ന് പറയുന്നത് നേത്ര ഇന്ദ്രിയ ശക്തിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തത്വമാണ്. അതായത് മണം പിടിക്കുന്നതിന് പകരം രൂപം എടുത്തു തരുന്നത് നേത്ര ഇന്ദ്രിയം. മണത്തിന് പകരം രൂപം എടുത്തു തരുന്നത് നേത്ര ഇന്ദ്രിയം. ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഭൂമി എന്ന് പറയുന്ന ഒരു ഭൂതമുണ്ട് അല്ലെ. അപ്പൊ നിങ്ങള് കുറച്ച് വെള്ളം എടുത്തു, ഒരു കുപ്പിയിൽ, ഞാൻ കുറച്ച് മുമ്പ് ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. വെള്ളം എടുത്തു, ആ വെള്ളം ഒരു കുപ്പിയിലാണ് ഇരിക്കുന്നത്, അതിലൊരു ബ്രാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ റെയിൽ നീർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലുള്ള ഒരു ബോട്ടിലാണ് വെള്ളം ഇരിക്കുന്നത്. ഏതുവരെ അത് റെയിൽ നീറാണ്. ആ റാപ്പ് അതിന്റെ ഉള്ളിൽ ചുറ്റിയിരിക്കുന്ന ആ ബ്രാൻഡിന്റെ റാപ്പ് അതിലുള്ളത് വരെ അത് റെയിൽ നീരാണ്. ആ ബ്രാൻഡ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റെയിൽ നീറിനുള്ള ഐഡന്റിഫിക്കേഷൻ പോയില്ലേ. ഇപ്പൊ അത് വെള്ളമാണ്. എവിടെ വരെ അത് വെള്ളമാണ്? എവിടെ വരെ വെള്ളമാണ്? മോളിക്യൂൾ തലം വരെ അത് വെള്ളമാണ്. മോളിക്യൂൾ തലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഹൈഡ്രജൻ ഓക്സിജനും ആണ് അല്ലെ. എവിടെ വരെ അത് ഹൈഡ്രജനും ഓക്സിജനും ആണ്? ആറ്റത്തിന്റെ തലം വരെ ഹൈഡ്രജനും ഓക്സിജനും ആണ്. ഇനി ആറ്റത്തിന്റെ തലം ക്രോസ് ചെയ്തു എന്ന് വിചാരിക്കാം, പിന്നെ അതെന്താ? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ആണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന റെയിൽ നീർ എവിടെ പോയി? അതിന്റെ ഐഡന്റിറ്റി നമ്മൾ സൂക്ഷ്മ അവസ്ഥയിലേക്ക് പോകുന്തോറും ആ ഐഡന്റിറ്റി മാറി മാറി വരികയാണ്. ഈ ഇലക്ട്രോൺസും ന്യൂട്രോൺസും പ്രോട്ടോൺസും ആറ്റമിക് തലത്തിൽ വന്നു. ഇനിയും നിങ്ങൾ ഡീപ്പർ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് സ്പന്ദനങ്ങൾ മാത്രമാണ്, വൈബ്രേഷൻസ് മാത്രമാണ്. എല്ലാ സാധനങ്ങളും, ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും നിങ്ങൾ പല പേരിട്ട് അതിനെ വിളിക്കുമെങ്കിലും അത് ഇപ്പൊ റെയിൽ നീർ എന്ന് പറയുന്ന ഒരു കുപ്പിക്കകത്ത് ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അതിനെ കണ്ടത്, റെയിൽ നീർ ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ അതിന്റെ റിയാലിറ്റി ഡീപ്പായി പോകുന്ന സമയത്ത് അത് മറ്റെന്തോ ആണ്. ആത്യന്തികമായിട്ട് നിങ്ങൾ സ്പന്ദനത്തിലെത്തും. കുറെ വൈബ്രേഷൻസ് ആണ്. ഈ പ്രപഞ്ചം മുഴുവൻ കുറെ വൈബ്രേഷൻസ് ആണ്. കാശ്മീർ ഷൈവിസ് അതിനെ സ്പന്ദം എന്നാണ് വിളിച്ചത്, സ്പന്ദശക്തി എന്നാണ് വിളിച്ചത്. ഇപ്പൊ ഇവിടെ ഭൂമി എന്ന് പറയുന്ന ഒരു ഭൂതമുണ്ട്. ജലത്തില്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. സ്വർണത്തില് ഭൂമി എന്ന് പറയുന്ന ഭൂതം ഇരിപ്പുണ്ട്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാം, വേറൊരു വസ്തു എടുക്കുക, സ്മെല്ലുള്ള ഒരു വസ്തു എടുക്കാന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു റോസാപുഷ്പം. ആ റോസാപുഷ്പത്തിനെ നിങ്ങൾ സ്മെല്ലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പുഷ്പത്തിൽ ഭൂമി തന്മാത്ര ഉണ്ട്, അല്ലെ ഭൂമി എന്ന് പറയുന്ന ഭൂതം ഉണ്ട് എന്നാണ്. അപ്പോ ഭൂമി എന്ന് പറയുന്ന ഭൂതം ആയി അവിടെ ഇരിക്കുന്നത് കൊണ്ട് അതൊരു തത്വമാണ്. ഭൂമി ആയിരിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ട്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ വന്നാൽ നേത്ര ഇന്ദ്രിയമായിട്ട് ഒരു ശക്തി അവിടെ ഇരിക്കുന്നുള്ളത് കൊണ്ട് അത് ഒരു തത്വമാണ്. നേത്ര ഇന്ദ്രിയം ഒരു തത്വമാണ്. കാരണം അത് നേത്ര ഇന്ദ്രിയം എന്ന് പറയുന്ന ഒരു ഫോമിൽ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും. രസനേന്ദ്രിയം എന്ന് പറയുന്ന ശക്തി ആ ഫോമിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തത്വം ആണ്. അതായിരിക്കുന്ന അവസ്ഥ ഉണ്ട്. ആ ഇന്ദ്രിയം മറ്റുള്ളതിനെ സെൻസ് ചെയ്യുവോ ഏതെങ്കിലും അവസരത്തിൽ? നേരത്തെ പറഞ്ഞ കോൺഷ്യസ്നെസ് കൂടുന്ന അവസരത്തിലോ അങ്ങനെ ഒരു മനസ്സിലായി. കോൺഷ്യസ്നെസ് കൂടുന്ന അവസ്ഥയിൽ മറ്റൊന്നിനെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇതൊക്കെ കൂടി ഒന്നായിട്ട് ഇതിനെയൊക്കെ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കും. പക്ഷെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ വഴിയായിരിക്കില്ല. ഒരു തലം വരെ നമുക്ക് ഇതിനെ ഇന്ദ്രിയങ്ങൾ വഴി അനുഭവിക്കാം. ശ്രോത്ര ഇന്ദ്രിയത്തിന്റെ കപ്പാസിറ്റി നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ റേഞ്ചിൽപ്പെട്ട ശബ്ദത്തെ കേൾക്കാം. പക്ഷേ ഡീപ്പറായി പോകുന്ന സമയത്ത് ഇതൊക്കെ ഒന്നാവും. ഇതൊക്കെ ഒന്നായിട്ട് പിന്നെ നിങ്ങൾ ഇതിനൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത് ഇന്ദ്രിയങ്ങൾ വഴി ആയിരിക്കില്ല. കുറച്ച് ഡീപ്പർ ഫിലോസഫിയാണ്. ഇപ്പൊ ചിന്തിച്ച് ഭ്രാന്താവണ്ട. വരുന്ന അയ്യോ, ഞാൻ അടുത്ത അവസരം കൊടുക്കട്ടെ, അതല്ലെങ്കിൽ സമയം. ശരി, മനീഷ് പിള്ളൈ അൺമ്യൂട്ട് ചെയ്തോ. കേൾക്കുന്നുണ്ടോ? പറയും, എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചത് ഈ
ചിത്തം അല്ലെങ്കിൽ മെമ്മറി ഏതാ ഇതിന്റെ ഭാഗമായിട്ടാണ്, മനസ്സിന്റെ ഭാഗമായിട്ടാണ്? നമ്മൾ വേദാന്തത്തിന്റെ വഴിക്ക് കുറച്ച് പോയിട്ടുള്ളവർക്കാണ് ഇങ്ങനെ ഒരു സംശയം വരിക. അപ്പൊ ചിത്തം എന്നുള്ളത് തന്ത്രം ഒരു സെപ്പറേറ്റ് തത്വമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അന്ധകരണത്തിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. ചിത്തം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്രതലം, ഒരു സർഫസ് ആയിട്ട് മാത്രമാണ് തന്ത്രം കാണുന്നത്. അതായത് ഈ ഡേറ്റ, ഇന്ദ്രിയങ്ങൾ എടുക്കുന്ന ഈ ഡാറ്റയെ കൊണ്ടുവന്ന് ഇടുന്ന ആ ഫസ്റ്റ് സ്ക്രീനാണ് ചിത്തം. അവിടെയാണ് ഇത് സേവ് ചെയ്ത് വെക്കുന്നത് എന്നാണ്. അപ്പൊ അതിനെ മനസ്സിന്റെ ഒരു പ്രതലമായിട്ട് മാത്രം കാണുന്നത് കൊണ്ടാണ് വേറൊരു പേരിട്ട് വേറൊരു തത്വമായിട്ട് ഇതിനെ അവതരിപ്പിക്കാത്തത്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇത് ചോദിച്ചത് മനീഷ് പിള്ളയല്ലേ? ആണോ? ഹലോ, നമസ്കാരം. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ദുഃഖത്രയങ്ങളിൽ ആദി ഭൗതികവും ആദി ദൈവികവും പറഞ്ഞല്ലോ. അതിന്റെ എക്സാമ്പിൾ എടുത്തപ്പോ പുറത്തുനിന്നുള്ള, അതായത് ഒരു പട്ടി കടിക്കുന്ന ഒരവസ്ഥയും പിന്നെ ഒരു ഭൂചലനം അല്ലെങ്കിൽ സുനാമി വന്ന അവസ്ഥയും പറഞ്ഞു. അത് രണ്ടും നമ്മളുടെ കൺട്രോളിന് അതീതമായിട്ടുള്ളതല്ലേ. അപ്പൊ അതിനെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അത് ഒന്ന്, നമുക്ക് യാതൊരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങൾ, അതിനാണ് ആദി ദൈവികം എന്നത് വിളിക്കുന്നത്. മറ്റത് മറ്റുള്ള ജീവജാലം, അതായത് മറ്റ് ഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാവുക എന്നതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ സാഖ്യം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മനുഷ്യരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദുഃഖത്തെയാണ് ആധ്യാത്മികം എന്ന് സാഖ്യം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ സാഖ്യത്തിന് വ്യാഖ്യാനങ്ങൾ എഴുതിയ ആചാര്യന്മാര് അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് വിചാരിക്കാം, നമ്മൾ പുറത്ത് നടക്കാൻ പോയത് നമ്മളുടെ ഡിസിഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ പട്ടി കടിച്ചെങ്കിൽ അത് നമ്മളല്ലേ കാരണം, നമുക്ക് വീട്ടിലിരുന്ന പോരെ എന്ന് ചിന്തിക്കാം. അപ്പൊ അത് ആധ്യാത്മികമായില്ലേ എന്ന് ചിന്തിക്കാം. പക്ഷെ സാഖ്യം അതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ പിന്നീട് വന്നപ്പോൾ വാചസ്പതി മിശ്രൻ പോലെയുള്ള ആചാര്യന്മാർ ഇതിനൊക്കെ ഷഡ്ദർശനങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നത് ഈ തരത്തിലാണ്. മറ്റ് ജീവജാലങ്ങൾ, മറ്റ് ഭൂതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദുഃഖം ആദി ഭൗതിക ദുഃഖം, നിങ്ങളായിട്ട് സ്വയം വരുത്തി വെക്കുന്ന ദുഃഖം ആധ്യാത്മികം, നിങ്ങളുടെ കൺട്രോളിൽ അല്ലാതെ പ്രകൃതിയിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളായിട്ടോ ഇടിമിന്നല് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആയിട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദുഃഖം ആദി ദൈവികം. അത് ശാസ്ത്രത്തിലുള്ള എക്സ്പ്ലനേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായി. താങ്ക് യു. രാജേഷ് കുമാർജി അൺമ്യൂട്ട് ചെയ്തോ. നമസ്തേ. എനിക്കൊരു ക്ലാസ്സില് നമ്മുടെ ചക്രങ്ങളിലൂടെയുള്ള സാധനം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ചക്രങ്ങളിലൂടെയുള്ള സാധനയിലൂടെ നമ്മൾ എത്തുക എന്നുള്ളതും ശിവൻ എന്നുള്ള ഒരു ഭാവത്തിലേക്കല്ലേ എത്തുന്നത്? ആ ഒരു ഡൗട്ടുണ്ട്. അപ്പൊ ആ ചക്രങ്ങളും പഞ്ചഭൂതങ്ങളും അതിലൂടെയുള്ള ആ ഒരു ചക്ര വേദന കേട്ടിട്ടുണ്ട് ഞാൻ. അതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അങ്ങ് പറഞ്ഞ പോലെ ഒരു റോസാപ്പൂവിന്റെ കാര്യം പറഞ്ഞു. സ്മെല്ല്, നമ്മൾ ആദ്യം സ്മെല്ലെന്ന് പറയുന്ന ആ ഒരു കോഡ് നമ്മുടെ മായ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ സ്മെല്ലെന്നുള്ളത്. അത് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നതും മായയാണ്. അത് തിരിച്ചറിയാൻ എടുക്കുന്ന ആ ഒരു സെൻസ്, അതും രണ്ടും ഒരു ബൈഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു വേ അല്ലേ. അത് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് അങ്ങനെയാണോ എന്നുള്ള ഒരു കാര്യമുണ്ട്. അതൊന്ന്, അതുപോലെ ഈ ചക്രങ്ങളിലൂടെയുള്ള പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അതും ഒന്ന് എക്സ്പ്ലെയിൻ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ആധാരചക്രങ്ങളെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളായിട്ട് ലിങ്ക് ചെയ്തിട്ട് തന്നെയാണ് അതിന്റെ സാധനം മറ്റും ചെയ്യാറുള്ളത്. അപ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ എന്നുള്ള ഈ 5 ചക്രങ്ങളിൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നുള്ള ഓർഡറിൽ കൺസിഡർ ചെയ്യും. ആജ്ഞയിലെത്തുമ്പോൾ അത് മനസ്തത്വമാണ്. സഹസ്രാരത്തിലെത്തുമ്പോൾ അത് മഹത് തത്വമാണ്. അവിടെ നമ്മൾ ഈ ശിവൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ വരും. അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഫിലോസഫിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പൊ സാഖ്യമാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ശിവൻ വരില്ല. അതാണ്, അങ്ങനെയാണ് ആധാരങ്ങളായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സാധനയുണ്ട്. സൗന്ദര്യലഹരിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനയുണ്ട്. സിദ്ധവിദ്യയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ട്. യോഗവിദ്യയിലുണ്ട്. പല തരത്തിലുള്ള യോഗവിദ്യ ഉണ്ട്. അതിലൊക്കെ സെപ്പറേറ്റ് ആധാരചക്രങ്ങളും ഈ ഭൂതങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാധന പദ്ധതി ഉണ്ട്. ഗന്ധത്തിന്റെ കാര്യം പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്. അവിടെ എല്ലാവിധ സെപ്പറേഷനും ഉണ്ടാക്കുന്നത് മായയാണ്. അപ്പോൾ ഗന്ധത്തിലൂടെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അച്ചീവ് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഞാനും റോസാപ്പൂവും ഉള്ളത് കൊണ്ടാണല്ലോ ഒരു ഗന്ധത്തിലൂടെ എനിക്ക് ആ റോസാപ്പൂവിനെ തിരിച്ചറിയേണ്ടി വരുന്നത്. അപ്പൊ അവിടെ ഞാനും ഉണ്ട്, റോസാപ്പൂവും ഉണ്ട്. ആ ഭേദം ഉണ്ടാക്കുന്നതും മായ.
അതിനെ ഈ എടുക്കുന്ന ഡാറ്റയിൽ നമ്മൾ അലിയിച്ച് ഡിസോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം ഒരു സാധനം അവശേഷിക്കും. അതാണ് നമ്മളുടെ റിയാലിറ്റി. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതും ഇങ്ങനെ തന്നെ. ഈ എലിമിനേറ്റ് ഓരോന്നിനെ ഉപേക്ഷിച്ച് അവസാനം ഒരു സാധനം ബാക്കിയോ. അപ്പൊ പുഷ്പമില്ല, പുഷ്പത്തിന് ഗന്ധമില്ല, ഇത് മണത്ത സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിയും ഇല്ല എന്നൊക്കെ പറഞ്ഞ അവസാനം പോയി എണ്ണാവുന്ന പൊരുളൊക്കെ ഒടുങ്ങി ഒരു സ്ഥലത്ത് നിൽക്കും. അതൊരു വഴിയാണ്. യെസ്, സഞ്ജയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. കുറച്ച് സ്പീഡപ്പ് ആവാട്ടോ. നമസ്തേ. നമസ്തേ. ചെറിയൊരു ക്വസ്റ്റ്യൻ. നമ്മളെല്ലാ ഡാറ്റകളും എടുക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളായതുകൊണ്ട് ഇൻഡ്യൂഷൻ വരുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ് വരുന്നത്? ഇൻഡ്യൂഷൻ വരുന്നത് ബുദ്ധി ഋജു ആവുമ്പോഴാണ്. അതായത് നമുക്ക് അന്ധകരണത്തിൽ 3 സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ: മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇങ്ങനെ 3 സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിനെ നിങ്ങളുടെ ശരീരത്തിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നടുക്ക് ആണ് ബുദ്ധി, ഇടത് ഭാഗത്ത് മനസ്സ്, വലത് ഭാഗത്ത് അഹങ്കാരം. അപ്പൊ മനസ്സ് ചലനാത്മകം, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. മനസ്സ് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. അപ്പൊ ഇതൊരു ത്രാസായിട്ട് സങ്കല്പിച്ചു നോക്കുക. അപ്പൊ ഒരു ത്രാസിന്റെ ഒരു സൈഡില് മനസ്സും ഒരു സൈഡിൽ അഹങ്കാരമാണ്. അഹങ്കാരത്തിന് അനക്കമൊന്നുമില്ല, പക്ഷെ മനസ്സ് കിടന്ന് അനങ്ങുന്നതുകൊണ്ട് ഈ ത്രാസ് കിടന്നിങ്ങനെ അനങ്ങും. ഈ ത്രാസിന്റെ നടുക്ക് എപ്പോഴും ഒരു സൂചി ഉണ്ടാവില്ലേ, ആ സൂചിയാണ് ബുദ്ധി. ഇത് കിടന്ന് അനങ്ങുമ്പോ ഈ നടുക്കുള്ള ബുദ്ധിയാകുന്ന സൂചിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല, ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലെ. എപ്പോഴാണോ മനസ്സിനെ നിർത്താൻ പറ്റുന്നത് അപ്പൊ ഈ നടുക്കുള്ള സൂചി സ്ട്രെയിറ്റ് ആവും. അങ്ങനെ സ്ട്രെയിറ്റ് ആയാൽ ആ ഋജുവായ ബുദ്ധി ഇൻറ്റ്യൂഷൻസിനെ സ്വീകരിക്കും. പതഞ്ജലിയുടെ യോഗസൂത്രത്തില് ഋതംഭര തത്ര പ്രജ്ഞ എന്ന് പറയുന്നുണ്ട്. അവന്റെ ബുദ്ധി ഋതംഭരയായിത്തീരുന്നു. അത് ഈ പറഞ്ഞ ഋജുവായ ബുദ്ധിയാണ്. ബുദ്ധി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ആ ബുദ്ധി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ മനസ്സിനെ ആദ്യം നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അപ്പൊ യോഗയൊക്കെ ചെയ്യുന്ന പണി എന്താ? ശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ആസനങ്ങളിലൂടെയൊക്കെ മനസ്സിന്റെ മുകളിൽ ഒരു പിടുത്തം കിട്ടുക, മനസ്സിനെ സ്റ്റഡിയാക്കി നിർത്താൻ പറ്റുക. അത് സ്റ്റഡിയായി ത്രാസ് നേരെ നിൽക്കും. ത്രാസ് നേരെ നിന്നാൽ നീഡിൽ നേരെ നിൽക്കും. ആ നീഡിലാണ് ബുദ്ധി. ആ ബുദ്ധിയിലേക്ക് ഇൻറ്റ്യൂട്ടീവ് നോളജ് വരും. അങ്ങനെ കിട്ടിയ ഇൻറ്റ്യൂട്ടീവ് നോളജ് ആണ് ശ്രുതി. അത് എവിടുന്നാണ് ആ ഇൻഡ്യൂഷൻ നോളജിന്റെ ഉത്ഭവം വരുന്നത്? ആ ബുദ്ധിയിലേക്ക് എവിടുന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്? അത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാ. ഈ സൗണ്ട് എനർജിക്ക് നാശമില്ലല്ലോ, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് കേൾക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ നമുക്കില്ല. ആ കപ്പാസിറ്റിയിലേക്ക് ട്യൂണിങ് സംഭവിക്കുമ്പോ അത് കേൾക്കാം. ഇപ്പൊ നമ്മളുടെ കയ്യിൽ റേഡിയോ ഉണ്ട്, അത് കൃത്യമായി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ട് കേൾക്കാം. ആ പണി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സഞ്ജയ് ചേട്ടന് ഇത്രയും ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഡൗട്ട് ഇപ്പൊ വരാൻ പാടില്ലാത്തതാണ് കേട്ടോ. നിങ്ങളൊക്കെ എത്ര കൊല്ലായിട്ട് ഇത് കേൾക്കുക അല്ലേ? ശരി. അപ്പൊ ഹാൻഡ് റൈസ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് ആരും ഹാൻഡ് റൈസ് കാണുന്നില്ല. നേരത്തെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ പോയി തോന്നുന്നു. വെയിറ്റ് ചെയ്ത് മടുത്തിട്ട് പോയതാന്ന് തോന്നുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നാളെ മുതൽ നമ്മളൊരു 6 ദിവസം ഈ ടെക്സ്റ്റുകൾ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. ഷട്ത്രിംശ തത്വസന്തോഹ പരാപ്രവേശിക എന്ന് പറയുന്നത്. അപ്പൊ കാശ്മീര ശൈവ ദർശനത്തിലാണെങ്കിലും ശാക്ത ദർശനത്തിലാണെങ്കിലും കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് അതിലെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും അതിന്റെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടാൻ ഈ ശാസ്ത്രത്തെ ആ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ തന്നെ നമുക്ക് പഠിക്കാം. എല്ലാവരെയും നാളെ ഇതേ സമയത്ത് നമുക്ക് ഈ ക്ലാസ് 8:30 ആക്കേണ്ടി വരും. ഇന്ന് ഇൻട്രൊഡക്ടറി സെഷൻ 8 മണിക്ക് വെച്ചാണ്. കാരണം ഇതേ സമയത്ത് ഒരു ഇംഗ്ലീഷ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇതേ സമയത്തല്ല, 7 മണിക്ക് ഒരു ഇംഗ്ലീഷ് ക്ലാസ് നടക്കുന്നുണ്ട്. അത് 8 മണിക്കാണ് തീരുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 8:15, 8:20 വരെ പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് 8:30 മുതൽ 9:30 വരെ ആക്കാം. പിന്നെ സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ നാളെ മുതൽ 8:30 നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.